വെരി ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മളൊരു മാരത്തോൺ ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ് സുവോളജിയുടെ. നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ, സുവോളജി പോർഷനിൽ വരുന്ന ആദ്യത്തെ 3 ചാപ്റ്ററുകൾ നമ്മളൊരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ 3 ചാപ്റ്ററുകളിൽ കൂടിയാണ് നമ്മളിന്ന് പോകുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ നീറ്റ് എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള ചില മേഖലകൾ, അതൊക്കെ നമ്മളിന്ന് കവർ ചെയ്ത് പോവാം. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടി ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ 3 ചാപ്റ്ററുകളാണ് നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ദെൻ ഒരു ചാപ്റ്ററും കൂടി ആനിമൽ കിങ്ഡം. അപ്പോൾ നമ്മളിത് 3 ചാപ്റ്ററുകളും ടാക്സോണമീനെ കേന്ദ്രീകരിച്ചിട്ടുള്ള 3 ചാപ്റ്ററുകളാണ്. അതിൻ്റെയാണ് 3 ഡിവിഷൻസ് ആണ് ഈ ചാപ്റ്ററുകളായിട്ട് വരുന്നത്. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്, അതിൻ്റെ നോമൻക്ലേച്ചർ, നെയിമിങ്, അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ബയോളജി സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ എന്താണ് ലൈഫ്, എന്താണ് ലിവിങ് തിങ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ. അതിനൊപ്പം തന്നെ ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ചില ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കഷൻ പോവുക. ഇനി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് ആനിമൽ കിങ്ഡം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പം അതിനകത്ത് ഈ 3 ചാപ്റ്ററുകളിലും കുറേ എക്സാമ്പിൾസും കുറേ ടേംസും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത്തരത്തിലുള്ള ടേംസും ഒക്കെയാണ്. അപ്പം നിങ്ങൾ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമ്മളത് എഴുതി പഠിക്കുക എന്ന് നമ്മൾ പറയും. പഴയൊരു പ്രാക്ടീസാണ്, നമ്മൾ നഴ്സറി ക്ലാസ് തൊട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. അത് ചെയ്യാം നിങ്ങൾക്ക്. ഓർ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ഈ പേരുകളൊക്കെ ഓർത്തിരിക്കുക, ഈ ടേംസ് ഓർത്തിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാണ്. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്കറിയാം, ദ ലിവിങ് വേൾഡ്. നിങ്ങളുടെ ബോർഡിലുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു വെക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്, ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ്. ചെറിയൊരു ചാപ്റ്റർ ആയാലും 2 or 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് സാധാരണ ഈ ചാപ്റ്ററിന്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. നമ്മൾ അതിലെ ആദ്യത്തെ പോർഷനിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വാട്ട് ഈസ് ലിവിങ്, അങ്ങനെയാണ് നിങ്ങളുടെ സിലബസിലും കാണാം. അപ്പോൾ ബയോളജി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ലൈഫ് ഓർ വാട്ട് ഈസ് ലിവിങ് തിങ്, ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. നമ്മൾ വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിക്കുമ്പം, എന്താണ് ജീവൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ ഇല്ല. നിങ്ങൾക്കറിയാം, ശരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ലൈഫിന് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. നമുക്കിപ്പോഴും അറിയില്ല അതിൻ്റെ സീക്രട്ട് എന്താണ്. അപ്പോൾ നമുക്ക് ഇത്രേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഷോൺ ബൈ ലിവിങ് തിങ്സ്. ഓക്കെ, ജീവനുള്ള വസ്തുക്കൾ എന്തെല്ലാം പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്, ആ പ്രോപ്പർട്ടീസ് ഒക്കെ കൂടി എടുത്തിട്ട് നമ്മൾ അവസാനം പറയും ഇതാണ് ലൈഫ്. അത്രേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇതാണ്, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് തിങ്സ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണാം. അപ്പോൾ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് പ്രോപ്പർട്ടീസ്, 100 കണക്കിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ എല്ലാ പ്രോപ്പർട്ടീസും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. ടെക്സ്റ്റ് ബുക്കിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്താ ചെയ്തിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 പ്രോപ്പർട്ടീസ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവർ ചെക്ക് ചെയ്യാണ് വെദർ ദേ ആർ ദി ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് തിങ്സ് ഓർ നോട്ട്. അപ്പം ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ടേം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. അപ്പം നമുക്ക് അറിയണം എന്താണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, 2 കണ്ടീഷൻസ് ആണ് ഒരു പ്രോപ്പർട്ടീനെ, ഒരു ഫീച്ചറിനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാനായിട്ട് ആവശ്യമുള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഫീച്ചർ ഇതാണ്. ഈ പറയുന്ന ഫീച്ചർ ലോകത്തുള്ള എല്ലാ ജീവികളും കാണിച്ചിരിക്കണം. അപ്പോൾ ഒരു ഫീച്ചറിനെ ഡിഫൈനിങ് ഫീച്ചർ എന്ന് വിളിക്കാനായിട്ട് 2 കണ്ടീഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, നമ്മൾ ഈ പറയുന്ന ഫീച്ചർ ലോകത്തുള്ള എല്ലാ ജീവികളിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ജീവികളും അത് കാണിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, ലോകത്തുള്ള ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റും, ഓക്കെ, ജീവനില്ലാത്ത ഒരു വസ്തുവും ഈ പ്രോപ്പർട്ടി കാണിക്കാൻ പാടില്ല. എന്നാൽ മാത്രമാണ് നമ്മളൊരു ഫീച്ചറിനെ ഡിഫൈനിങ് ഫീച്ചർ അല്ലെങ്കിൽ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയും, ഇതാണ് 2 കണ്ടീഷൻസ്. ഒരു ഫീച്ചറിനെ, ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാനുള്ള 2 കണ്ടീഷൻസ് ഇതാണ്. ആദ്യത്തെ കണ്ടീഷൻ ഇതാ, ഇത് എല്ലാ ജീവിജാലങ്ങളിലും ഉണ്ടായിരിക്കണം വിത്തൗട്ട് എനി എക്സെപ്ഷൻ. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റും ഈ പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളൊരു ഫീച്ചറിനെ എന്ത് വിളിക്കും, ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 5 ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, അതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. ഓക്കെ, ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് പറ്റുക. അപ്പൊ ഗ്രോത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനൊരു ഡെഫിനിഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, വെൻ ദിസ് പ്രോസസ് ഇറ്റ് ഹാപ്പൻസ് യു ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ സെൽ നമ്പർ. ഓക്കെ, നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ സെൽ നമ്പർ, നമ്മുടെ ബോഡിയുടെ അകത്തുള്ള കോശത്തിന്റെ എണ്ണം കൂടും. ഓക്കെ, കോശത്തിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തും കൂടും? വെയിറ്റ്, ബോഡിയുടെ വെയിറ്റ് അല്ലെങ്കിൽ ബോഡിയുടെ മാസും കൂടും. അപ്പം ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യത്തെ ഫീച്ചർ ഇതാണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ സെൽ നമ്പർ, നമ്മുടെ കോശങ്ങളുടെ എണ്ണം കൂടുക. ഓക്കെ, സെല്ലിന്റെ എണ്ണം കൂടുക, അതുവഴിയായിട്ട് നമ്മുടെ ബോഡിയുടെ മാസ്, ടോട്ടൽ വെയിറ്റ് കൂടുക. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസും കാണിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാൻ പറ്റും ഗ്രോത്ത് അവിടെ നടക്കുന്നുണ്ടെന്ന്, വളർച്ച അവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വായിച്ചു പോകുമ്പം കാണാം എങ്ങനെയൊക്കെയാണ് ഗ്രോത്ത് പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല ഓർഗാനിസത്തിന്റെ കേസിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ ഓർഗാനിസത്തിന് എടുത്തിട്ട് അവിടെ എങ്ങനെയാണ് ഗ്രോത്ത് നടക്കണേന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂണിസെല്ലാർ ഓർഗാനിസംസ് എടുക്കുക, ഒറ്റ കോശം ഉള്ള ജീവികൾ എടുക്കുക, അമീബയോ പാരമീസിയോ അല്ലെങ്കിൽ ബാക്ടീരിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ ഗ്രോത്ത്? നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് സെൽ ഡിവിഷൻ, അതുവഴിയായിട്ട് സെൽ നമ്പർ കൂടണം, പ്ലസ് ദാറ്റ് മാസിനോ ബോഡി മാസ് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ ബാക്ടീരിയോ അല്ലെങ്കിൽ അമീബയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഗ്രോത്ത് നടക്കുന്നുണ്ടോ? ഗ്രോത്ത് നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, ബിക്കോസ് സെൽ ഡിവിഷൻ അവിടെ ഉണ്ട്. ഓക്കെ, കോശ വിഭജനം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇതാണ്, അവിടെ സെൽ ഡിവിഷൻ നടക്കുമ്പം ഓക്കെ അത് റീപ്രൊഡക്ഷനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയോ അമീബ പോലെയുള്ള ഒറ്റ കോശ ജീവികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽ ഡിവിഷൻ വഴിയായിട്ട് ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒരുമിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷനായി, ഈ സെൽ ഡിവിഷൻ നടക്കുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണോ നമുക്കൊരു കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ സെൽ ഡിവിഷൻ ഗ്രോത്തിന്റെ ഭാഗമാണോ റീപ്രൊഡക്ഷന്റെ ഭാഗമാണോ എന്ന് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് യൂണിസെല്ലാർ ഓർഗാനിസംസിൽ ഒറ്റ കോശ ജീവികളിൽ ഇത് ഗ്രോത്ത് ആണോ റീപ്രൊഡക്ഷൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഒരു സൈഡിലുണ്ട്, അത് അവിടെ മാറ്റി വെച്ചേക്കാം. ഇനി പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നത്, ചെടികളിൽ എങ്ങനെയാണ് ഗ്രോത്ത്? അവർ മരണം വരെ വളർന്നുകൊണ്ടിരിക്കുക എന്നാണ് നമ്മൾ പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ചെടി, മാവോ അല്ലെങ്കിൽ പ്ലാവോ അല്ലെങ്കിൽ തെങ്ങോ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് കണ്ടിന്യൂസ്ലി ഗ്രോസ്. ഓക്കെ, തുടർച്ചയായിട്ട് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് കാണാം. തുടർച്ചയായിട്ട് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് മാസ് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുക ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് എന്നാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതായത് മരണം വരെ വളർന്നുകൊണ്ടേയിരിക്കാം, ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ എനിമൽസിൽ എങ്ങനെയാ? നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കിയാലായിട്ട് കാണാം. നമ്മുടെ കേസിൽ ഒരു 24 അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ മാക്സിമം ഒരു 25 ഇയേഴ്സ് വരെയാണ് നമ്മൾ വളരാം. ഞാനിവിടെ വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈറ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടാം, നമ്മൾ ഒത്തിരി ഫാറ്റി ഫുഡോ അല്ലെങ്കിൽ ഒത്തിരി സ്റ്റാർച്ചി ഫുഡോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് നമ്മുടെ വെയിറ്റ് കൂടി വരാം. പക്ഷെ നോർമലി ഹൈറ്റ് ഒരു 24-25 ഇയേഴ്സ് വരെ നമ്മൾ വളരുള്ളൂ, നമ്മുടെ ഹൈറ്റ് കൂടുള്ളൂ. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ ഏജ് വരെ ഗ്രോത്ത് നടക്കണുള്ളൂ എന്ന് നമ്മൾ പറയേണ്ടി വരും. അതായത് ഡെഫിനിറ്റ് ഗ്രോത്ത് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. എനിവേ, പലതരത്തിലുള്ള ഗ്രോത്ത്, പലതരത്തിലാണ് ഗ്രോത്ത് ഓർഗാനിസത്തിൽ നടക്കണേന്ന് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ അല്ലയോ? നമ്മൾ ഓൾറെഡി ആ പോയിന്റ് പറഞ്ഞതാണ്. ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാൻ രണ്ട് കണ്ടീഷൻസ് ആണ്. നിങ്ങളൊരു സാൻഡ് മോൾഡ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത് സാൻഡ് മോൾഡ് എന്നാണ്. സാൻഡ് മോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മൺകൂന. ഓക്കെ, നിങ്ങളൊരു മരുഭൂമിയിലോട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾ പുതിയ സിനിമയൊക്കെ മേ ബി കണ്ടിട്ടുണ്ടാവും, ആടുജീവിതം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നിങ്ങൾ മൺകൂന അതിനകത്ത് കാണാം. ഇപ്പൊ ഒരു കാറ്റുള്ള ദിവസം, ഓക്കെ, പ്രത്യേകിച്ച് ഒത്തിരി വലിയ കാറ്റൊക്കെ മരുഭൂമികളിൽ നടക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽത്തരികൾ പറന്നു പോകുന്നതായിട്ട് കാണാം. ഒരു മൺകൂനയുടെ മുകളിലുള്ള മണൽത്തരികൾ പല ഡയറക്ഷനിലോട്ട് പോകും, അല്ലെങ്കിൽ പല ഡയറക്ഷനിൽ നിന്ന് മണൽത്തരികൾ വന്ന് ഈ മൺകൂനയിൽ വന്ന് ആഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ സൈസ് കൂടും. ഓക്കെ, ആദ്യം അതൊരു ചെറിയ മൺകൂനി ആയിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു വലിയ മൺകൂനിയായിട്ട് മാറി. ഇപ്പൊ എന്തുണ്ടായേ? അതിന്റെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ്, അത് കോശമല്ല, സെല്ലല്ല, എന്നാൽ പോലും അതുണ്ടാക്കിയിട്ടുള്ള കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ്, മണൽത്തരികള്, അതിനെണ്ണം കൂടി. അതിന്റെ ഒപ്പം തന്നെ അതിന്റെ വെയിറ്റ്, ഓക്കെ, എസ്പെഷ്യലി അതിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് കൂടി. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ? ചില കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഡിവൈഡ് ചെയ്യുക, ഓക്കെ, അതുവഴിയായിട്ട് അതിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് കൂടാം. അങ്ങനെ എടുക്കുമ്പം നമുക്ക് പറയേണ്ടി വരും ഈവൻ നോൺ ലിവിങ് ഒബ്ജക്ട്സിനകത്തും ഗ്രോത്ത് ഉണ്ടെന്ന്. ശരിക്കും അത് കറക്റ്റ് അല്ല, ഫിസിയോളജിക്കലി അത് കറക്റ്റ് അല്ല. പക്ഷെ നമ്മുടെ ഡെഫിനിഷൻ, ഗ്രോത്തിന്റെ ഡെഫിനിഷൻ ഇപ്പോഴും ഇത് തന്നെയാണ്. ഓക്കെ, ഡ്യൂറിങ് ദ ടൈം ഓഫ് ഗ്രോത്ത് സെൽ നമ്പർ വിൽ ബി ഇൻക്രീസ് ദെയർ ബൈ മാസ്. സെൽ നമ്പർ കൂടും, അതിനനുസരിച്ച് ബോഡി വെയിറ്റ് അല്ലെങ്കിൽ മാസ് കൂടും എന്നുള്ളതാണ് ഗ്രോത്തിന്റെ ഡെഫിനിഷൻ. ഇപ്പോഴും അതേ ഡെഫിനിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഡെഫിനിഷൻ കറക്റ്റ് ആണെങ്കിൽ
ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഗ്രോത്ത് നോൺ ലിവിങ് ഒബ്ജക്റ്റുകളും കാണിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ആ റീസൺ കൊണ്ട് ഗ്രോത്തിനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി നമുക്ക് വിളിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ അതിനെ എന്ത് വിളിക്കും? സാധാരണ ഒരു ഫീച്ചർ. ഓക്കെ, അത്രയേ ഉള്ളൂ, അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടി, അടുത്ത ഫീച്ചർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത് റീപ്രൊഡക്ഷൻ എന്നാണ്. അപ്പൊ നിങ്ങൾക്കറിയാം പലതരത്തിൽ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഓർഗാനിസത്തിന്റെ കേസിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിനകത്ത് ഓഫ് കോഴ്സ് വി ഹാവ് നമ്മളുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പലതരത്തിലുണ്ട്. ഓക്കെ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ പല മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ യു ക്യാൻ സി ഓഫ് കോഴ്സ് ഇൻ ദ കേസ് ഓഫ് ഓർഗാനിസംസ്. ഇപ്പൊ നിങ്ങൾ ഫംഗസിലോ ഫംഗസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ ഫിലമെന്റസ് ബോഡി അത് ഡിവൈഡ് ചെയ്ത് ഓക്കെ പുതിയ മെമ്പേഴ്സ് ഉണ്ടാവും. ഫ്രാഗ്മെന്റേഷൻ കേട്ടിട്ടുണ്ടാവും, ബഡ്ഡിങ് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അമീബയുടെ കേസിലും പാരമീസിയത്തിന്റെ കേസിലും ബൈനറി ഫിഷൻ, ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ പല മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഓർഗാനിസത്തിലുണ്ട്. നിങ്ങൾ റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഓക്കെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇതാണ്, ഓക്കെ സാധാരണയായിട്ട് ഒരു പ്രോപ്പർട്ടീനെ ഡിഫൈനിങ് എന്ന് വിളിക്കാനായിട്ട് രണ്ട് കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഇതാണ്, ഇറ്റ് മസ്റ്റ് ബി ഷോൺ ബൈ ഓൾ ദി ലിവിങ് തിങ്സ്. എല്ലാ ലിവിങ് തിങ്സിലും ഈ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അതേസമയം ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റും ഈ പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഗ്രോത്തിന്റെ കേസിൽ പറഞ്ഞു ഈവൻ നോൺ ലിവിങ് ഒബ്ജക്ട്സ് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഗ്രോത്തിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാത്ത, ലിവിങ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാത്ത. പക്ഷെ റീപ്രൊഡക്ഷന്റെ കേസിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാണാം ഓക്കെ നാച്ചുറലി ഒക്കറിങ് ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, സ്റ്റെറൈഡൽ ആയിട്ടുള്ള ഓർഗാനിസംസ്, ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്, സ്റ്റെറൈൽ ഹ്യൂമൻ ബീയിങ്സ് ചിലപ്പോൾ കാണാം. വർക്കർ ബീസിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, മ്യൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഹോഴ്സും ഡോങ്കിയും ഹോഴ്സും തമ്മിലുള്ള ക്രോസ് ആണ് മ്യൂൾ. അപ്പൊ ഇത്തരത്തിലുള്ള മെമ്പേഴ്സ് ഒക്കെ നാച്ചുറലി ഉണ്ടാവുന്നതാണ്, പക്ഷെ ഇവരൊക്കെ സ്റ്റെറൈൽ ആണ്, ദേ കാൺ റീപ്രൊഡ്യൂസ്. അപ്പോൾ നമുക്ക് റീപ്രൊഡക്ഷനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഇതാണ്, ഓക്കെ ദർ ആർ സർട്ടൻ ഓർഗാനിസംസ് ദേ ആർ നോട്ട് ഷോയിങ് ദിസ് പ്രോപ്പർട്ടി. ചില ഓർഗാനിസത്തിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ല ജന്മനാ തൊട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റീപ്രൊഡക്ഷനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിക്കില്ല. ഇനി മെറ്റബോളിസം ആണ് അടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത്. മെറ്റബോളിസത്തിനെ കുറിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ദർ ഇൻ ഓൾ ദ ലിവിങ് തിങ്സ്. ഓക്കെ, എല്ലാ ലിവിങ് തിങ്സിലും, ജീവനുള്ള എല്ലാ വസ്തുക്കളിലും മെറ്റാബോളിസം ഉണ്ടെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു വെക്കുകയാണ്. അത് ഒറ്റ കോശ ജീവികളാവട്ടെ, കുറെ കോശങ്ങളുള്ള നമ്മളെ പോലുള്ള ഓർഗാനിസംസ് ആവട്ടെ, എവിടെയും യു ക്യാൻ സി വാട്ട് മെറ്റാബോളിസം. എന്താണ് മെറ്റാബോളിസം, അത് എന്താണ് കാറ്റബോളിസം, ആനാബോളിസം, അതിന്റെ രണ്ട് ഡിവിഷൻസ് ഒക്കെ നിങ്ങൾ ലോവർ ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ചെറിയ റെഫറൻസ് ഉണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്ക് പറയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. കാരണം എല്ലാ ലിവിങ് തിങ്സിലും വിത്തൗട്ട് എനി എക്സെപ്ഷൻ എവരിവെയർ യു ക്യാൻ സി വാട്ട് മെറ്റാബോളിസം. ഓക്കെ, ഒരു എക്സെപ്ഷനും ഇല്ലാതെ ലോകത്തുള്ള എല്ലാ ലിവിങ് തിങ്സിലും ഈ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു ചെറിയൊരു ഡൗട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഇത്രയേ ഉള്ളൂ, നമുക്ക് വേണമെങ്കിൽ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി, ഒരു മെറ്റബോളിക് റിയാക്ഷൻ ഒരു ടെസ്റ്റ് ട്യൂബിലോ ഒരു ഗ്ലാസ് ജാറിലോ ഒരു കോണിക്കൽ ഫ്ലാസ്കിലോ ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാർച്ച് ഡൈജഷൻ എടുക്കാം, നമ്മുടെ ബോഡിയുടെ അകത്ത് നടക്കുന്ന ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയാണ്. നമ്മൾ കുറച്ച് സ്റ്റാർച്ച് എടുത്ത് ഒരു കോണിക്കൽ ഫ്ലാസ്കിലിട്ട് സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആഡ് ചെയ്യുക. എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് സ്റ്റാർച്ച് ഡൈജസ്റ്റഡ് ആവും. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റബോളിക് റിയാക്ഷൻ നമ്മൾ ഇൻ വിട്രോ കണ്ടീഷൻ, ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ബോഡി, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അപ്പോൾ ബോഡിയുടെ പുറത്തും വേണമെങ്കിൽ എന്ത് സംഭവിക്കാം, ഈ മെറ്റബോളിക് റിയാക്ഷൻ നടക്കാം. കണ്ടീഷൻ ഉണ്ട്, നമ്മൾ അതിനുള്ള എല്ലാ കണ്ടീഷൻസും, അതിനുള്ള എല്ലാ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസും ഒരുക്കി കൊടുക്കണമെന്ന് മാത്രം. എനിവേ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റും, മെറ്റബോളിക് റിയാക്ഷൻ ഇൻവിട്രോയിലും നടത്താം വേണമെങ്കിൽ. എന്നിരുന്നാലും ഓക്കെ നമ്മളെ മെറ്റബോളിസം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെ പഠിക്കും അതിന്. ഇനി അടുത്ത രണ്ടെണ്ണമാണ് കോൺഷ്യസ്നെസ്സും സെല്ലാർ ഓർഗനൈസേഷൻ. സെല്ലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സെല്ലിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും. സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലാസ്മ മെംബ്രെയിൻ നമ്മുടെ മനസ്സിലോട്ട് വരും. ലിവിങ് ഫ്ലൂയിഡ്, സൈറ്റോപ്ലാസത്തിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ നമുക്ക് കിട്ടും. ന്യൂക്ലിയസ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. സെൽ ഓർഗനിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇനി ഫംഗ്ഷൻ ഓഫ് സെൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെറ്റബോളിസം ആണ്. ഒരു സെല്ല് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും ഒരുമിച്ച് ചേർത്ത് നമുക്ക് മെറ്റബോളിസം എന്ന് വിളിക്കാം. അപ്പോൾ അതാണ്, അത് രണ്ടും കൂടി ചേരുന്നതാണ് സെല്ലാർ ഓർഗനൈസേഷൻ. ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ എല്ലാ ലിവിങ് തിങ്സിലും ഉണ്ട്. ഓക്കെ, ഈ സെല്ലാർ ഓർഗനൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വൈറസിനെ ലിവിങ് തിങ് എന്ന് വിളിക്കാത്തത്. അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ള മെയിൻ കൺഫ്യൂഷൻ വരാനുള്ള കാരണം ഇതാണ്. വൈറസിനകത്ത് അങ്ങനെ ഒരു പ്ലാസ്മ മെംബ്രെയിനോ സൈറ്റോപ്ലാസോ ഒന്നും ഇല്ല. അപ്പം സെല്ലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റും,
അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തത് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. വി ആർ ഓൾ കോൺഷ്യസ്. നമ്മൾ പുറത്തും അകത്തും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഹോട്ട് ഒബ്ജക്റ്റ് നമ്മളെ തൊടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൈവലിക്കും. അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും നീഡിലോ അതുപോലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സ്കിന്നിൽ തൊടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ഒന്ന് പിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേദന വരും, നമ്മൾ കൈവലിക്കും. പെട്ടെന്ന് വലിയൊരു ഹൈ ഇൻറ്റൻസ് ലൈറ്റ് വരാണെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കും. അതുപോലുള്ള റിഫ്ലെക്സ് ആക്ഷൻസിനെ കുറിച്ചിട്ടും അതുപോലുള്ള റെസ്പോൺസുകളെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈവൻ ചെടികളിലും ഉണ്ട്. നിങ്ങൾ തൊടുമ്പം തൊട്ടാവാടി പോലുള്ള ചെടികൾ ലീഫ് ഫോൾഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഫോട്ടോട്രോഫിസം, ലൈറ്റ് വരുന്ന ദിശയിലോട്ട് ചെടി വളരുന്നത്, വെള്ളമുള്ള ദിശയിലോട്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഉള്ള ദിശയിലോട്ട് റൂട്ട്സ് വളരുന്നത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം വി ആർ ഓൾ റെസ്പോണ്ടിങ് ടു സ്റ്റിമുലൈ. പലതരത്തിലുള്ള സ്റ്റിമുലസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താ? വി ആർ ഓൾ കോൺഷ്യസ്. ഓക്കെ, നമ്മൾ ബോധവാന്മാരാണ്. ഓക്കെ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അകത്ത് നടക്കുന്ന കാര്യങ്ങളും. നമ്മുടെ ബോഡിയുടെ അകത്ത് എന്തെങ്കിലും പോയസനോ എന്തെങ്കിലും പാത്തജൻ അസുഖം ഉണ്ടാക്കുന്ന വൈറസോ ബാക്ടീരിയോ അങ്ങനെ എന്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഉടനടി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? വി ആർ കോൺഷ്യസ്. ഇപ്പൊ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. അപ്പൊ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എല്ലാ ലിവിങ് തിങ്സിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിൽ കാണാം, അതിന്റെ കൺക്ലൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അതിനകത്ത് വാട്ട് ഈസ് ലിവിങ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അടുത്തത് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സിലബസിൽ നോക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്നുള്ളൊരു ടേം കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ബയോളജി സ്റ്റുഡൻസ് ഒക്കെ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ലിവിങ് തിങ്സ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ് എന്താണ് അത് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. ഓക്കെ, ഈ ലോകത്ത് കാണുന്ന പലതരത്തിലുള്ള ജീവികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾക്കറിയാം, യൂണിസെല്ലാർ ഓർഗാനിസംസ് തൊട്ട് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് വരെ ദർ ആർ മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ്. ബാക്ടീരിയ ഉണ്ടാവാം, ഫംഗസ് ഉണ്ടാവാം, പലതരത്തിലുള്ള പ്രൊട്ടിസ്റ്റൻസ് ഉണ്ട്, നമുക്കറിയാവുന്ന പോലെ പ്ലാന്റ്സ് ഉണ്ട്, എനിമൽസ് ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ള ജീവികൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആമസോണിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അവിടെ ഇപ്പോഴും ഒരു 50-60% ഓഫ് ഓർഗാനിസംസ് ഇപ്പോഴും നമ്മൾ കണ്ടെത്താനുണ്ടെന്നാണ് പറയാം. പക്ഷേ ഫെയ്റ്റ് ഇതാണ്, അത് കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ ആമസോൺ ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് ഡീഫോറസ്റ്റേഷൻ വഴിയായിട്ട് ഇത് പലതും എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാണ്. എന്നിരുന്നാലും നമ്മളൊരു ബയോളജി സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് ഈ ലോകത്ത് കാണുന്ന എല്ലാ ജീവികളെ കുറിച്ചും പഠിക്കണം. അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേമാണ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: the sum total of all the different species of organisms found on earth. ഓക്കെ, ഇന്ന് ഭൂമുഖത്ത് കാണുന്ന എല്ലാ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസും ഒരുമിച്ച് ചേർന്ന് അതിന് നമ്മൾ വിളിക്കുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. അപ്പം പലതരത്തിലുള്ള സ്പീഷീസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് നമ്മളതിനെ ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കും നമ്മളതിനെ. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ലൈഫിനെ കുറിച്ച് മാത്രമല്ല ഈ ലിവിങ് തിങ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. ഈ ലിവിങ് തിങ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ് ടാക്സോണമി. ഓക്കെ, ഇപ്പൊ ടാക്സോണമി എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയേ ഉള്ളൂ: ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുക, അവരുടെ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒക്കെ നോക്കി അവരെ സയന്റിഫിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ആ പ്രോസസ്സാണ് ശരിക്കും ടാക്സോണമിയുടെ താഴെ വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഈ ടാക്സോണമിയെ കുറിച്ചിട്ടാണ് ഇനി ബാക്കി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുന്നത്. ഈ ഏരിയ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നോമൻക്ലേച്ചർ എന്നൊക്കെ പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ നീറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ ടാക്സോണമിക്ക് 4 സ്റ്റെപ്പുകളാണുള്ളത്. അത് നമ്മൾ പിന്നെ കൺക്ലൂഡ് ചെയ്യും. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്: ക്യാരക്ടറൈസേഷൻ. ഓക്കെ, ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: നമ്മളൊരു പുതിയതായിട്ടൊരു ഓർഗാനിസത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ പഠിക്കണം. ഓക്കെ, അതിൻ്റെ മോർഫോളജിയും അനാട്ടമിയും അതുപോലെ എംബ്രിയോളജിയും സൈറ്റോളജിയും മോളിക്കുലാർ ബയോളജിയും DNA കുറിച്ചും പ്രോട്ടീനെ കുറിച്ചും എല്ലാം എവറിത്തിങ് വിൽ സ്റ്റഡി. ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിക്കുക. നമ്മൾ ഈ ക്യാരക്ടറൈസേഷൻ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതൊരു ബാക്ടീരിയ ആണോ, അതൊരു ഫംഗസ് ആണോ, അതൊരു പ്രൊട്ടിസ്റ്റൻ ആണോ, അതൊരു പ്ലാന്റ് ആണോ, അതൊരു എനിമൽ ആണോ, നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഐഡന്റിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ടാക്സോണമിയിൽ വരുന്നുണ്ട്. ദെൻ അതിനൊരു സയന്റിഫിക് നെയിം കൂടി നമ്മൾ ഇടണം. അതിനെ നമ്മൾ വിളിക്കുന്നത് നോമൻക്ലേച്ചർ എന്നാണ്.
പുട്ടിങ് എ സയന്റിഫിക് നെയിം ഫോർ ഓർഗാനിസം. ഓരോ ഓർഗാനിസത്തിനും ഒരു സയന്റിഫിക് നെയിം, ഒരു ഇന്റർനാഷണൽ നെയിം ഇടാം. അതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുക. അപ്പൊ ഈ 4 പ്രോസസ്സുകൾ കൂടി ചേരുന്നതാണ് ടാക്സോണമി. അപ്പോൾ ആദ്യത്തെ ഇതാണ് ക്യാരക്ടറൈസേഷൻ, സെക്കൻഡ് വൺ ഐഡന്റിഫിക്കേഷൻ, തേർഡ് വൺ വി ഹാവ് ക്ലാസിഫിക്കേഷൻ, ദെൻ വി ഹാവ് നോമൻക്ലേച്ചർ ഓഫ് കോഴ്സ്. അപ്പം എന്താണ് ഐഡന്റിഫിക്കേഷൻ? അതാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് വി ഹാവ് എ ഡെഫിനിഷൻ ഗിവൺ ഫോർ ഇറ്റ്. ഓക്കെ, അവിടെ പറയുന്ന ഡെഫിനിഷൻ ഇതാണ്. See, when we study the characteristic features of organisms, okay, we know that which organism that name is attached to. Okay, നമുക്ക് ആ ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കാം. Nomenclature or naming is only possible when the organism is described correctly and we know to what organism the name is attached to. Okay, but describing an organism correctly means what? അതിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പറയാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ലീവ്സ് ഉണ്ടായിരിക്കുക. ലീവ്സ് ഇങ്ങനെയാണ്, അതിന്റെ സ്റ്റെം ഇങ്ങനെയാണ്, അതിന്റെ റൂട്ട്സ് ഇങ്ങനെയാണ്, അതിന്റെ ഫ്രൂട്ട്സ് ഇങ്ങനെയാണ്, അതിന്റെ ഫ്ലവർ ഇങ്ങനെയാണ്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അതൊരു പ്ലാന്റ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇനി ഏത് തരത്തിലുള്ള പ്ലാന്റ് ആണെന്ന് നമ്മൾ സുഖമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കോക്കനട്ട് ട്രീ നിങ്ങൾ മനസ്സിൽ കണ്ടേ, എന്നിട്ട് നമ്മൾ പറയാണ് അതിന്റെ ലീവ്സ് ഇങ്ങനെയാണ്, ഓക്കെ, അതിന്റെ സ്റ്റെം ഇങ്ങനെയാണ്, അതിന്റെ ഫ്രൂട്ട് ഇങ്ങനെയാണ്, ഫ്ലവർ ഇങ്ങനെയാണ്, ഓക്കെ, അതിന്റെ റൂട്ട്സ് ഇങ്ങനെയാണ്, അത് ഇന്ന സ്ഥലത്തൊക്കെയാണ് കാണുക. അപ്പൊ അതിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി പ്രോപ്പർട്ടീസ് ഒക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ കോക്കനട്ട് ട്രീയുടെ ഒരു ഇമേജ് വരും. ഓക്കെ, ആ ഒരു പ്രോസസ്, ഓക്കെ, അതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് വിളിക്കുക. വി ആർ ഡിസ്ക്രൈബിങ് എൻ ഓർഗാനിസം കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്, അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ അത് ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പൊ നമുക്ക് സുഖമായിട്ട് അതിന്റെ പേര് കേൾക്കുമ്പം അത് ഏത് ഓർഗാനിസത്തിന്റെയാണ് ആ പേര്, ഓക്കെ, അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പൊ സുഖമായിട്ട് ആ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഡെഫിനിഷൻ. സി വെൻ ദി ഓർഗാനിസം ഈസ് ഡിസ്ക്രൈബ്ഡ് കറക്റ്റ്ലി എന്ന് പറഞ്ഞ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മളൊരു സയന്റിഫിക് നെയിം അതിന് ഇട്ടിട്ടുണ്ട്. ആ സയന്റിഫിക് നെയിം കേൾക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ആ ഒരു ഓർഗാനിസത്തിന്റെ ഇമേജ് വരും. ഓക്കെ, അതാണ് ഐഡന്റിഫിക്കേഷൻ. അപ്പം ഐഡന്റിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഡിസ്ക്രൈബ് ചെയ്യുക, അത് പഠിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ്. ഇനി അടുത്ത ഒരു പ്രോസസ് എന്ന് പറയുന്നത് ടാക്സോണമിയിൽ വരുന്ന പ്രോസസ്സാണ് നോമൻക്ലേച്ചർ. അപ്പൊ എന്താണ് നോമൻക്ലേച്ചർ എന്നാണ് അടുത്തത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്. അപ്പൊ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വി വിൽ പുട്ട് എ സയന്റിഫിക് നെയിം ഫോർ ഓർഗാനിസം. ഓരോ ഓർഗാനിസത്തിനും ഒരു സയന്റിഫിക് നെയിം ഇടാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ നെയിം ഇടാം. അപ്പൊ അതിന്റെ റെലവൻസ് എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഓരോ ഓർഗാനിസത്തിനും ലോക്കൽ നെയിം ഉണ്ടാവാം. ഓരോ രാജ്യത്തും, ഓരോ സ്റ്റേറ്റിലും, ഓരോ ഡിസ്ട്രിക്റ്റിലും, ഓരോ പഞ്ചായത്തിൽ പോലും ഓരോ ഓർഗാനിസത്തിന് ഓരോരോ ലോക്കൽ നെയിം ഉണ്ട്. പക്ഷേ ഈ ലോക്കൽ നെയിം വെച്ചിട്ട് നമുക്ക് ഇന്റർനാഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കോക്കനട്ട് ട്രീനെ തെങ്ങ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ തെങ്ങ് എന്നുള്ള ടേം നമ്മൾ ചൈനക്കാരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഐഡിയ കിട്ടില്ല. ഇനി നമ്മൾ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ മലയാളത്തിൽ തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടില്ല. ഇനി ജാപ്പനീസിനോട് നമ്മൾ സംസാരിക്കുകയാണ്, അപ്പോഴും നമ്മൾ തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഐഡിയ കിട്ടാൻ പോകുന്നില്ല. അതിന്റെ കാരണം അവരുടെ ലാംഗ്വേജിൽ അതിന് മറ്റൊരു പേരാണ്. പിന്നെ എങ്ങനെ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പൊ അതിന് ഏറ്റവും നല്ല എളുപ്പവഴി എന്ന് പറയുന്നത് ലോകത്തെല്ലാവരും അറിയുന്ന ഒരു സയന്റിഫിക് നെയിം, ഒരു ഇന്റർനാഷണൽ നെയിം അതിനിടാം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുക. നോമൻ എന്ന് പറയുന്നത് നെയിം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കലാരെ, ക്ലേച്ചർ എന്ന് പറയുന്ന വാക്കിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് കലാരെ എന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു കോൾ. അപ്പൊ നോമൻക്ലേച്ചർ എന്താ? ടു കോൾ എൻ ഓർഗാനിസം വിത്ത് എ നെയിം. ഓക്കെ, അതാണ് നോമൻക്ലേച്ചർ. അപ്പൊ നമുക്ക് ഈ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. ഓരോ ഓർഗാനിസത്തിനും നമ്മൾ വെളുപ്പിന് എണീറ്റ് ചായയൊക്കെ കുടിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരൊന്നും ഇടാനായിട്ട് പറ്റില്ല. ഇത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. ഓക്കെ, ഓരോ ഓർഗാനിസത്തിനും ഒരു സയന്റിഫിക് നെയിം ഇടാൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ നെയിം ഇടാനായിട്ട് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഒരുമിച്ച് ചേർത്ത് ഇഫ് യു വാണ്ട് യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോഡ്. ഒരു ഓർഗാനിസത്തിന് ഒരു സയന്റിഫിക് നെയിം ഇടാനായിട്ട് ഓക്കെ നിങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ, ഓക്കെ, അതിനെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ കോഡ് എന്ന് വിളിച്ചോ. അപ്പം അത്തരത്തിലുള്ള ഒരു കോഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ICBN. ഏറ്റവും ആദ്യം കാണാൻ ICBN ആണ്.
അപ്പൊ നിങ്ങൾക്കറിയാം ICBN എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് പേരിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോഡാണ്. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് ഒരു ചെടിയെ കണ്ടെത്തി, ഓക്കെ, അതിന്റെ എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു, അതിനെ ഐഡന്റിഫൈ ചെയ്തു, അതിനെ ക്ലാസിഫൈ ചെയ്തു, ഇനി അതിനൊരു സയന്റിഫിക് നെയിം നിങ്ങൾക്ക് വിടണം. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ റൂൾസും റെഗുലേഷൻസും അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ആ ബുക്കിന്റെ പേരാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അപ്പൊ അങ്ങനെ ഒരു ബുക്ക് നിങ്ങൾക്ക് തരും. അതിനകത്ത് എല്ലാ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് വേണം പുതിയതായിട്ട് കണ്ടെത്തിയ ആ ചെടിക്ക് ഒരു സയന്റിഫിക് നെയിം ഇടാനായിട്ട്. ഇനി അതൊരു എനിമൽ ആണെന്ന് വിചാരിക്കാം. എനിമൽ ആണെങ്കിൽ ഈ ICBNൽ നോക്കി നിങ്ങൾക്ക് അതിന് പേരിടാനായിട്ട് പറ്റില്ല. കാരണം ഒരു എനിമലിന് പേരിടാനായിട്ട് അനദർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ചെടിക്ക് പേരിടുന്ന പോലെയല്ല ഒരു എനിമലിന് പേരിടുക, അതിന് മറ്റ് റൂൾസും റെഗുലേഷൻസ് ആണ്. അപ്പൊ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുമിച്ച് ചേർത്ത് നമ്മൾ അതിനെ ICCN എന്ന് വിളിക്കും. അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം, ഇന്റർനാഷണൽ കോഡ് ഓഫ് സൂവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പം നമ്മൾ പ്ലാന്റ്സിന് പേരിടാനായിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അതുപോലെ എനിമൽസിന് പേരിടാനായിട്ട് മറ്റ് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഇനി ബാക്ടീരിയ ആണെങ്കിൽ അനദർ സെറ്റ് ഓഫ് റൂൾസ് യു ക്യാൻ സി ഓഫ് കോഴ്സ്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ടെന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ ഇന്റർനാഷണലി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. അതായത് സയന്റിഫിക് നെയിമില് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ട് എപ്പിതെറ്റ്. ആ രണ്ട് ഭാഗങ്ങൾ എപ്പിതെറ്റ് എന്നുള്ള ഇതിലാണ് ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്യുക. ദർ ആർ 2 എപ്പിതെറ്റ്സ്. അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ, ആ പേരിന്റെ മീനിങ് എടുത്ത് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈ മീൻസ് 2. ഇപ്പോൾ ഓരോ ഓർഗാനിസവും 2 പേരിട്ട് വിളിക്കാം. ഓക്കെ, ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ജീനസ് നെയിം ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് അതിന്റെ സ്പീഷീസ് നെയിം ആയിരിക്കും. നമ്മളെ സ്വന്തം പേരെടുക്കുക, ഹോമോ സാപ്പിയൻസ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹോമോ എന്ന് പറയുന്നത് എന്താ, ജീനസ് നെയിം ആണ്. സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം. അല്ലെങ്കിൽ മാഞ്ചിഫെറ ഇൻഡിക്ക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ഡെഫിനേഷൻ, ഒരു സയന്റിഫിക് നെയിം ആണ്. മാഞ്ചിഫെറ എന്ന് പറയുന്നത് ജീനസ് ആണ്, ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം ആണ്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനെയും 2 പേരിട്ട് വിളിക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ വേർഡ് മീനിങ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്തുണ്ട്. ഇനി അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കരോലസ് ലിനേസ് അല്ലെങ്കിൽ കാൾ ലിനേസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആ പേരും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം, ബിക്കോസ് അദ്ദേഹത്തിന്റെ പേര് പല പ്രാവശ്യം നമ്മൾ റെഫർ ചെയ്യും. ഇനി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിലും നമ്മൾ ഈ കാൾ ലിനേസിന്റെ പേര് റെഫർ ചെയ്യും ഓഫ് കോഴ്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാക്സോണമിസ്റ്റ് ആണ്. ഇനി ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്? കോമൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ റൂളായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കാണാം, നമ്മൾ സയന്റിഫിക് നെയിം ലാറ്റിനിലാണ് ഇടുക. ഓക്കെ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണെങ്കിൽ പോലും വി ഹാവ് ടു ലാറ്റിനൈസ് ഇറ്റ്. ഓക്കെ, അതിന്റെ കാരണം ഇതാണ്, ലാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ സാൻസ്ക്രിറ്റ് പോലെയുള്ള ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഡെഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം സ്കോളേഴ്സ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ വിളിക്കുക. നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ സാൻസ്ക്രിറ്റിന്റെ സ്റ്റാറ്റസ് അതാണ്. അധികം പേരൊന്നും സാൻസ്ക്രിറ്റിൽ സംസാരിക്കുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ സ്കോളേഴ്സ്, വളരെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ്. അതേ സ്റ്റാറ്റസ് ആണ് ലാറ്റിനിൽ വേൾഡ് വൈഡ്. അധികം പേരൊന്നും അത് ഉപയോഗിക്കുന്നില്ല. അതേസമയം തന്നെ സ്കോളേഴ്സ് ആണ് ലാറ്റിനിലൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ലാറ്റിനിൽ നമ്മൾ ഇടുന്നത്. ഇനി ലാറ്റിനൈസിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു പേര് മറ്റേതെങ്കിലും ഒരു ലാംഗ്വേജിലാണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മാഞ്ചിഫെറ ഇൻഡിക്ക. അതിൽ ഇൻഡിക്ക എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇന്ത്യയാണ്. ഓക്കെ, മാംഗോ ട്രീയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഇന്ത്യ ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻഡിക്ക എന്ന് വിളിച്ചത്. അപ്പോൾ മാഞ്ചിഫെറ ഇന്ത്യ എന്ന് നമുക്ക് ഇടാനായിട്ട് പറ്റില്ല, ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലാറ്റിനൈസ് ചെയ്യും. അതിന് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ചില സഫിക്സ് ബാക്കിലൊക്കെ ചില ലെറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ അതിനെ ഇൻഡിക്ക എന്നാക്കി. ഇപ്പൊ അത് ലാറ്റിനൈസ്ഡ് ആണത്. അപ്പൊ നമ്മൾ ഇൻഡിക്ക എന്ന് പറയുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് നമ്മൾ അതിനെ സയന്റിഫിക് നെയിം ഇട്ടു. അപ്പൊ അതുപോലെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് കാണിക്കാൻ അത്തരത്തിലുള്ള പേരുകൾ ഇട്ടാൽ പോലും നമ്മൾ അതിനെ ലാറ്റിനൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത റൂളായിട്ട് പറയണത് ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ വരുന്ന അടുത്ത റൂൾ ഇതാണ്. ഒരു സയന്റിഫിക് നെയിമിന് 2 ഭാഗങ്ങൾ അല്ലെങ്കിൽ 2 എപ്പിതെറ്റ് ഉണ്ടായിരിക്കണം. ആദ്യത്തെ ഭാഗം ജീനസ് നെയിമാണ് കാണിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഭാഗം സ്പീഷീസ് നെയിമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത്, നമ്മളൊരു സയന്റിഫിക് നെയിം എഴുതാണെന്ന് വിചാരിക്കാം. എഴുതാണെങ്കിൽ ഈ ജീനസ് നെയിമും സ്പീഷീസ് നെയിം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം.
ഓക്കെ, ഇനി അത് പ്രിന്റ് ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ ബുക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം സയന്റിഫിക് നെയിം സാധാരണയായിട്ട് ഇറ്റാലിക്സ് സ്ലാൻഡിങ് ലെറ്റേഴ്സ് ചെരിഞ്ഞിരിക്കുന്നത് പോലെയായിട്ടാണ് കാണാം. അപ്പം റൂൾ ഇതാണ്, നമ്മളൊരു സയന്റിഫിക് നെയിം ഒക്കെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ഇറ്റാലിക്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാം സയന്റിഫിക് നെയിംസ് ഒക്കെ സ്ലാൻഡിങ് ലെറ്റേഴ്സിലാണ് കാണാം. ഇനി നമ്മൾ എഴുതുകയാണെങ്കിൽ വി ഹാവ് ടു അണ്ടർലൈൻ ഇറ്റ് സെപ്പറേറ്റ്ലി. അത് ജീനസ് നെയിമും സ്പീഷീസ് നെയിം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളത് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത റൂള് അതും ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ജീനസ് നെയിം എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവണം. ഇനി അത് സ്പീഷീസ് നെയിം ആണെങ്കിൽ അതിന്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ ജീനസ് നെയിം ആവുമ്പം ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും സ്പീഷീസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്ററും ആയിരിക്കണം. ഇനി വേണമെങ്കിൽ ഒരു റൂളും കൂടി ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. അത് ഇത്രയേ ഉള്ളൂ, നമ്മൾ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ വേണമെങ്കിൽ ആ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരോ അല്ലെങ്കിൽ ആ സയന്റിഫിക് നെയിം ഇട്ട ആളുടെ പേരോ വട്ട് എവർ കോൺട്രിബ്യൂഷൻസ് ഹി ഓർ ഷീ മെയ്ഡ്. അപ്പൊ ആ ഒരു ഓർഗാനിസത്തിന്റെ ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ട് കുറെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേര് വേണമെങ്കിൽ ആ സയന്റിഫിക് നെയിമിനോട് കൂടി ചേർത്തിടാം. പക്ഷെ ആളുടെ കംപ്ലീറ്റ് നെയിമോ കംപ്ലീറ്റ് അഡ്രസ്സും നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഒരു അബ്രീവിയേറ്റഡ് ഫോം വളരെ ചുരുക്കി അദ്ദേഹത്തിന്റെ പേര് നമ്മൾ അവിടെ സൂചിപ്പിക്കാറുണ്ട്. അത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അപ്പൊ ഇത് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് മാൻജിഫെറ ലിൻഡിക്ക ഇൻ. ഓക്കെ, മാൻജിഫെറ ഇൻഡിക്ക ലിൻ എന്നുള്ളൊരു പേര് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. അപ്പൊ ലിൻ എന്ന് പറയുന്നത് ലിനേഴ്സ് ആണ്. ഓക്കെ, ഇതവിടെ അത് കൊടുത്തിട്ടുണ്ട്, മാൻജിഫെറ ഇൻഡിക്ക ലിൻ. ലിൻ എന്ന് പറയുന്നത് നമ്മുടെ കരോലസ് ലിനേഴ്സ് ആണ്. അദ്ദേഹമാണ് ആ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ആ ചെടിയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ഓണർ ചെയ്യാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിന്റെ പേര് അവിടെ അബ്രീവിയേറ്റഡ് ഫോമിൽ കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നോമൻക്ലേച്ചറിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ റൂൾസ് ഒക്കെ നന്നായി പഠിക്കണം. ഇനി നമ്മൾ ടാക്സോണമിയുടെ തന്നെ മറ്റൊരു പ്രോസസ്, മറ്റൊരു സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്താ, അതിനൊരു ഡെഫിനിഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എനിത്തിങ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറീസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. അപ്പം വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോ ഓർഗാനിസത്തിനും ഓരോ ഗ്രൂപ്പിൽ ചേർത്ത് വെക്കാം. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ഇതാണ്: എനിത്തിങ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എന്തിനേയും നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ടാക്സോണമിയുടെ കേസ് ആവും അത് ഓർഗാനിസംസ് ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിസത്തിനെ ചില ഗ്രൂപ്പുകളിലോട്ട് മാറ്റാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കുറെ ഗ്രൂപ്പുകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ അവര് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, എനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ വീറ്റ്, റൈസ്, കുറെ മാമൽസ്, ക്യാറ്റ് എന്ന് പറഞ്ഞ ഒത്തിരി എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, എനിമൽസ് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ്. ക്യാറ്റ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പാണ്. വീറ്റ്സ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഗ്രൂപ്പാണ്. അപ്പം വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില പ്രോപ്പർട്ടീസ്, ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെളിച്ചത്തിൽ നമ്മൾ ഇങ്ങനെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്ലാന്റ്സ് എന്ന് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചെടികളുടെ ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വരും. കാരണം എന്താ, ചെടികളെ മറ്റുള്ള ഓർഗാനിസത്തിൽ നിന്നും വേർതിരിക്കുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ചെടികളെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി എനിമൽസ് എന്ന് കേൾക്കുമ്പോൾ തെങ്ങിന്റെയോ മാവിന്റെയോ ഇമേജ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അപ്പൊ അവർക്ക് കോമൺ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഡോഗ്സ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഡോഗിന്റെ ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ ഫീച്ചേഴ്സ് നമ്മൾ ഓർഗാനിസത്തിനെ ചില ഗ്രൂപ്പുകളാക്കി മാറ്റിയിരിക്കാം. ഇതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ സയന്റിഫിക്കലി ബയോളജിക്കലി വിളിക്കുന്ന പേരാണ് ടാക്സൺ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷന്റെ സമയത്ത് ഓർഗാനിസത്തിനെ ചെറിയ ഗ്രൂപ്പുകളിലാക്കി മാറ്റും. അതിൽ ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് ടാക്സൺ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സൺ ആണ്, എനിമൽസ് എന്ന് പറയുന്നത് ടാക്സൺ ആണ്, ക്യാറ്റ്സ് ടാക്സൺ ആണ്, ഡോഗ്സ് എന്ന് പറയുന്നത് മറ്റൊരു ടാക്സൺ ആണ്. ഇപ്പൊ ടാക്സൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ബയോളജിക്കൽ ടേം ഓർ സയന്റിഫിക് ടേം റെപ്രസെന്റിങ് എ ഗ്രൂപ്പ്. ഓക്കെ, ഓർ റെപ്രസെന്റിങ് എ റാങ്ക്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ, ഒരു പെർട്ടിക്കുലർ കാറ്റഗറിനെ ഡിനോട്ട് ചെയ്യുന്ന ബയോളജിക്കൽ ടേം
ഓക്കെ, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ടേം ആണ് ടാക്സൺ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷന്റെ സമയത്ത് പല സമയത്തും ഓക്കെ നമ്മൾ ടാക്സൺ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കും നമ്മൾ. അതിൽ ഓരോ ഗ്രൂപ്പിനെയും നിങ്ങൾക്ക് ടാക്സൺ എന്ന് വിളിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിന്റെ റാങ്ക് മാറുന്നതിനനുസരിച്ച് ഈ ടാക്സിന്റെ മീനിങ്ങും മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാം. നിങ്ങൾ ഡാൽമേഷ്യൻ എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഗ് അല്ലെങ്കിൽ പോമറേനിയൻ എന്ന് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം അതൊരു ഡോഗിന്റെ ഒരു ബ്രീഡാണ്. പോമറേനിയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി ഹെയറി ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. ഡാഷ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, അധികം ഹൈറ്റ് ഇല്ലാത്തൊരു ബ്രീഡാണ്. പഗ് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു ബ്രീഡ് ഓഫ് ഡോഗ് ആണ്. അപ്പൊ ദാ പഗ്സ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആദ്യത്തെ ഗ്രൂപ്പിന്റെ പേരാണ് പഗ്സ്. അപ്പൊ പഗ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സൺ ആണ്. ഇനി അടുത്ത ഗ്രൂപ്പിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ് ഡോഗ്സ്. ഡോഗ്സ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് അതിനെ എന്ത് വിളിക്കാം? ടാക്സൺ എന്ന് വിളിക്കാം. ഇനി അടുത്തൊരു ഗ്രൂപ്പിന്റെ പേര് ഞാൻ തരുന്നു മാമൽസ്. ഓക്കെ, ഡോഗ്സ് എന്ന് പറയുന്നത് മാമൽസ് ആണ്. ഓഫ് കോഴ്സ് മാമൽസ് എന്ന് പറയുന്നതും ഒരു ടാക്സൺ ആണ്. ഇനി അടുത്തൊരു ഗ്രൂപ്പും കൂടി ഞാൻ തരാൻ പോവാണ് എനിമൽസ്. എനിമൽസ് എന്ന് പറയുമ്പോഴും അതൊരു ടാക്സൺ ആണ്. അപ്പൊ ഞാൻ 4 ഗ്രൂപ്പിന്റെ പേര് നിങ്ങൾക്ക് തന്നു. ഓക്കെ, വി ഹാവ് പോമറേനിയൻ അല്ലെങ്കിൽ വി ഹാവ് ഡാഷ് അല്ലെങ്കിൽ പഗ്സ്. പഗ്സ് എന്ന് പറയുന്ന ഒരു ടാക്സൺ തന്നു. ഡോഗ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടാക്സ് ഞാൻ നിങ്ങൾക്ക് തന്നു. ദെൻ വി ഹാവ് മാമൽസ്, ദെൻ അറ്റ് ലാസ്റ്റ് വി ഹാവ് എനിമൽസ്. അപ്പൊ ഈ 4 ഗ്രൂപ്പിനെയും നമ്മൾ ടാക്സൺ എന്ന് വിളിച്ചു. പക്ഷെ ഇതിനെല്ലാം ഒരേ മീനിങ് ആണോ? അല്ല. ഓക്കെ, റാങ്ക് അനുസരിച്ച് അതിന്റെ മീനിങ് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പഗ് ഈസ് എ ബ്രീഡ് ഓഫ് ഡോഗ്. ഓക്കെ, ഡോഗ്സ് ആർ മാമൽസ്, ദെൻ മാമൽസ് ആർ എനിമൽസ്. ഓക്കെ, ഇതിന്റെ 4 ടാക്സിന്റെയും മീനിങ് ഡിഫറെന്റ് ആണ് ബേസ്ഡ് ഓൺ ദെയർ റാങ്ക്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ 4നെത്തിനും ടാക്സൺ എന്ന് തന്നെ വിളിക്കാം. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 4 ഗ്രൂപ്പിനെയും ടാക്സൺ എന്ന് വിളിക്കാം, പക്ഷെ അതിന്റെ റാങ്ക് അനുസരിച്ച് അതിന്റെ മീനിങ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, എനിമൽസ് ഇവിടെ അത് കാണാം, ഡോഗ്സ്. Okay, here we have therefore animals, mammals, dogs represent taxa at different levels എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സോണമി എന്ന് പറഞ്ഞ ടേം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ദാ ടാക്സോണമി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. Based on characteristics, all living organisms can be classified into taxa. Based on characteristic features, all living organisms can be grouped into convenient taxa. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ബ്രാഞ്ച് ഓഫ് ബയോളജിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാര്യം നിർബന്ധമാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മോർഫോളജി പഠിക്കാം, ഇന്റേണൽ ഫീച്ചേഴ്സ് അനാട്ടമി പഠിക്കാം, അതിന്റെ ഡെവലപ്മെന്റ് എംബ്രിയോളജി പഠിക്കാം, സെല്ലിനെ കുറിച്ച് പഠിക്കാം സൈറ്റോളജി, ഇനി മോളിക്കുലാർ ബയോളജി DNA കുറിച്ചോ പ്രോട്ടീനെ കുറിച്ചിട്ടോ ഒക്കെ പഠിക്കാം. അങ്ങനെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും പഠിച്ചിട്ട് നമ്മൾ അതിനെ ഓരോ ടാക്സൺ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിന്റെ താഴെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ബ്രാഞ്ച് ഓഫ് ബയോളജിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ഓക്കെ, അപ്പൊ ടാക്സോണമിയുടെ ഏതെല്ലാം ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്നാണ് അതിനുശേഷം കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിച്ചതിന് ശേഷമാണ് ഇവരെ നമ്മൾ ഓരോ ഗ്രൂപ്പിന്റെ താഴെ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഏതെല്ലാം ഫീച്ചേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുക, അതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ മോർഫോളജിയും അനാട്ടമിയും. ഇനി പറയാണ് സ്ട്രക്ചർ ഓഫ് സെൽ, സൈറ്റോളജി, ഡെവലപ്മെന്റ് പ്രോസസ്, എംബ്രിയോളജി, ഇക്കോളജി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ടാക്സോണമിക് സ്റ്റഡീസിന് ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ്. അതിന്റെ വെളിച്ചത്തിൽ ഇതിനെ ഓരോന്നിനും ഓരോ ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യും. ഇനി അവർ പറയുന്നത് നമ്മൾ മുൻപേ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള 4 സ്റ്റെപ്പ് ടാക്സോണമിയുടെ 4 പ്രോസസ്സുകൾ അല്ലെങ്കിൽ ടാക്സോണമിയുടെ 4 സ്റ്റെപ്പുകളാണ് ഇവിടെ ഉണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ അത് ഉൾട്ടാ കുറച്ച് ഷഫിൾ ചെയ്തൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ ആണ്. ദെൻ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. അപ്പം ഇതാണ് ടാക്സോണമിയുടെ 4 പ്രോസസ്സുകൾ. അപ്പൊ എന്തൊക്കെയാണെന്ന് നമ്മളിത് മുൻപേ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ അവർ പറഞ്ഞു വെക്കുകയാണ്, ഇന്ന് മാത്രമല്ല ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്, ആൻഷ്യൻ ടൈംസ്, ഇയേഴ്സ് ബാക്ക്. ഓക്കെ, ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു, പക്ഷെ അത് അത്രയും സയന്റിഫിക് ആയിട്ടൊന്നുമല്ല, ബേസ്ഡ് ഓൺ യൂസസ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് എടുക്കുക, അന്ന് സയൻസ് ഒന്നും ഇത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓർഗാനിസത്തിനെ അവർ ക്ലാസിഫൈ ചെയ്തിരുന്നു യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ ഓർഗാനിസം എന്നൊക്കെ പറഞ്ഞു. അത് മോർഫോളജിയോ അനാട്ടമിയോ സൈറ്റോളജിയുടെ ബേസിലൊന്നും ആയിരുന്നില്ല അന്ന്
ലെൻസോ മൈക്രോസ്കോപ്പോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ അവർക്ക് ഗുണമുണ്ടോ ദോഷമുണ്ടോ അതിന്റെ വെളിച്ചത്തിൽ ഓർഗാനിസത്തിനെ അവർ ക്ലാസിഫൈ ചെയ്തിരുന്നു. പക്ഷെ അത് സയന്റിഫിക് ഒന്നുമല്ല. ഇന്നാണ് സയന്റിഫിക് ആയിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ടാക്സോണമി എന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയുടെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ്. അപ്പൊ നമ്മളെപ്പോഴും ടാക്സോണമി സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞ രണ്ട് ബ്രാഞ്ചും ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ബ്രാഞ്ചസ് ഓഫ് ബയോളജിയാണ്, അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സുകളാണ്. അപ്പൊ എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്നും കൂടി നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ ഫീച്ചേഴ്സ് വിൽ ക്ലാസിഫൈ ഓർഗാനിസംസ് അണ്ടർ ഡിഫറെന്റ് ടാക്സ. നമ്മളവിടെ മോർഫോളജിയും അനാട്ടമിയും സൈറ്റോളജിയും എംബ്രിയോളജിയും ഒക്കെ പഠിക്കുന്നു പറഞ്ഞു. പക്ഷേ നമ്മൾ സിസ്റ്റമാറ്റിക്സിലോട്ട് കടക്കുകയാണെങ്കിൽ ഈ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ ഫോക്കസ് എന്ന് പറയുന്നത് ഇവല്യൂഷണറി ഹിസ്റ്ററിക്കാണ്. അതായത് ഏത് ആൻസെസ്റ്ററിൽ നിന്നാണ് ഈ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്, ഏത് ലൈനിൽ ഏത് ഡയറക്ഷനിലാണ് ഇവല്യൂഷൻ നടന്നിട്ടുള്ളത്, ഇവർ തമ്മിൽ ഇന്ന് കാണുന്ന ഓർഗാനിസംസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇനി ആൻസെസ്ട്രൽ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക. അങ്ങനെ വളരെ സയന്റിഫിക് ആയിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സ് എടുത്ത രണ്ടിലും എന്തുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടുത്തെ മെയിൻ ഡിഫറൻസ്? മെയിൻ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ സിസ്റ്റമാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഇവല്യൂഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ ഫൈലോജനിക്കാണ്. നമ്മൾ മോർഫോളജിയും അനാട്ടമിയും സൈറ്റോളജിയും എംബ്രിയോളജിയും ഒക്കെ പഠിക്കുമ്പോഴും എല്ലായിടത്തും തപ്പുന്നത് എന്താ, എല്ലായിടത്തും സെർച്ച് ചെയ്യുന്നത് എന്താ, ഓക്കെ, ആ ഇവല്യൂഷൻ നടന്നതിനുള്ള എന്തെങ്കിലും പ്രൂഫ്. ഓക്കെ, അപ്പൊ ഇവല്യൂഷണറി ത്രെഡ് അതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവല്യൂഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക്സിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാനായിട്ട് പറ്റും. ഇപ്പൊ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ആ വേർഡ് വന്നിട്ടുള്ളത് സിസ്റ്റമ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. സിസ്റ്റമ എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ കരോലസ് ലിനേസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻ സിസ്റ്റമ നാച്ചുറെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. ആ പബ്ലിക്കേഷനിൽ നിന്നാണ് നമുക്ക് സിസ്റ്റമ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കിട്ടിയിട്ടുള്ളത്. സിസ്റ്റമ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിന് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുക? അതിന് നമ്മളെ ഡെഫിനറ്റ്ലി നമുക്ക് ഇവല്യൂഷണറി ഹിസ്റ്ററി, എങ്ങനെയാണ് ഇവല്യൂഷൻ നടന്നിട്ടുള്ളത്, എവിടെ നിന്നാണ് ഇവല്യൂഷൻ നടന്നിട്ടുള്ളത്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ വളരെ കറക്റ്റായിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയാണ്. സിസ്റ്റമാറ്റിക്സിന്റെ താഴെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ താഴെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, വിൽ സ്റ്റഡി അബൌട്ട് ബയോഡൈവേഴ്സിറ്റി. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ ഓർഗാനിസത്തിനെയും കുറിച്ച് നമ്മൾ പഠിക്കും. മുമ്പുണ്ടായിരുന്ന ഓർഗാനിസത്തിനെയും കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ വിൽ സ്റ്റഡി അബൌട്ട് ബയോഡൈവേഴ്സിറ്റി. അതിനുശേഷം വിൽ ട്രേസ് ദെയർ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് പഠിച്ച് അവർ തമ്മിൽ എന്തെങ്കിലും ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ, ഓക്കെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തും പഠിക്കും, മുമ്പുണ്ടായിരുന്ന ജീവികൾ തമ്മിൽ എന്ത് തരത്തിലുള്ള ഇവല്യൂഷണറി ബന്ധമാണുള്ളത്, അതിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് സിസ്റ്റമാറ്റിക്സ്. അപ്പൊ അവർ പറഞ്ഞു വെക്കുകയാണ്, നമ്മുടെ ടാക്സോണമിയിൽ കണ്ട പോലെ തന്നെ സിസ്റ്റമാറ്റിക്സിന്റെ താഴെയും ഐഡന്റിഫിക്കേഷനും നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനും ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് ഈ ടാക്സോണമി കാറ്റഗറീസ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഓരോ ഓർഗാനിസത്തിനും ഓരോ ഗ്രൂപ്പിന്റെ താഴെ വെക്കും. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി കാറ്റഗറി. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റയടിക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് ഒന്നുമല്ല, നിങ്ങൾക്കറിയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ റാങ്കിന്റെ താഴെയും ഓർഗാനിസത്തിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതാണ് ശരിക്കും ടാക്സോണമി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ റാങ്കിനെയും വിളിക്കുന്ന പേരാണ് ടാക്സോണമി കാറ്റഗറി. നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ച് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അവര് ഓരോ റാങ്കിനെയും ഒക്കെ ടാക്സോണമി കാറ്റഗറി എന്ന് വിളിച്ചിട്ടുണ്ട്, ടാക്സൺ എന്ന് വിളിച്ചിട്ടുണ്ട്, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല പേരുകൾ, പല സിനണിംസ് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. അപ്പൊ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ടാക്സോണമി കാറ്റഗറിയുടെ ഭാഗം ഇവിടെ ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ബട്ട് ഇൻവോൾവ്സ് ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് ഇൻ വിച്ച് ഈച്ച് സ്റ്റെപ്പ് റെപ്രസെന്റ്സ് എ റാങ്ക് ഓർ കാറ്റഗറി. ഇപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വരുമ്പം ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ ഗ്രൂപ്പിന്റെ താഴെ ക്ലാസിഫൈ ചെയ്യും. ആ ഓരോ ഗ്രൂപ്പിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കാറ്റഗറി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ടാക്സൺ എന്ന് വിളിക്കാം.
വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ടാക്സോണമി കാറ്റഗറി എന്നും വിളിക്കാം. ഇതെല്ലാം ഒരേ മീനിങ് ആണെന്നാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്. ഒരു പറയാണ്, സിൻസ് ദ കാറ്റഗറി ഈസ് എ പാർട്ട് ഓഫ് ഓവറോൾ ടാക്സോണമിക് അറേഞ്ച്മെന്റ് ഇറ്റ് ഈസ് കോൾഡ് ടാക്സോണമി കാറ്റഗറി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ കാറ്റഗറിയുടെ താഴെ അറേഞ്ച് ചെയ്യുമ്പോൾ ആ കാറ്റഗറി ഈ ടാക്സോണമിയുടെ ഭാഗമായതുകൊണ്ട്, ഈ ടാക്സോണമിക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ അതിനെ ടാക്സോണമി കാറ്റഗറി എന്നും കൂടി വിളിക്കാം. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ റാങ്കിനെയും ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് ടാക്സ് എന്ന് വിളിക്കാം, ടാക്സോണമി കാറ്റഗറി എന്ന് വിളിക്കാം, വെറും കാറ്റഗറി എന്ന് വിളിക്കാം, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ വാക്കുകളിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എല്ലാത്തിനും ഒരേ മീനിങ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ടാക്സോണമി കാറ്റഗറീസിന്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. നിങ്ങളതൊന്ന് നോക്കി എല്ലാവരും. അതിനകത്ത് സ്പീഷീസ് തൊട്ട് കിങ്ഡം വരെ 7 കാറ്റഗറീസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഇപ്പം ഏറ്റവും താഴെ കാണുന്നത് സ്പീഷീസ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ ജീനസ് യു ക്യാൻ സി, പിന്നെ ഫാമിലി ഉണ്ട്, അതിൻ്റെ മുകളിൽ ഓർഡർ വരുന്നുണ്ട്, ക്ലാസ് ഉണ്ട്, പ്ലാന്റ്സിലാണെങ്കിൽ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കാണാം, എനിമൽസിലാവുമ്പം അത് ഫൈലം എന്നായിരിക്കും കാണാം. ദെൻ അറ്റ് ലാസ്റ്റ് വി ഹാവ് കിങ്ഡം. അപ്പം ഒരു 7 മെയിൻ കാറ്റഗറീസ്, മെയിൻ ഗ്രൂപ്പ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഓരോ ഗ്രൂപ്പിനെയും, ഓക്കെ, സ്പീഷീസിനെയും ജീനസിനെയും ഫാമിലീസിനെയും ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെ വിളിക്കാം? റാങ്ക് എന്ന് വിളിക്കാം, കാറ്റഗറി എന്ന് വിളിക്കാം, ടാക്സോണമിക് കാറ്റഗറി എന്ന് വിളിക്കാം, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം, ടാക്സ് എന്ന് വിളിക്കാം. ഇതെല്ലാം ഒരേ മീനിങ് ആണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ 7 കാറ്റഗറി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുക ഒബ്ലിഗേറ്റ് കാറ്റഗറീസ് ഓർ മേജർ കാറ്റഗറീസ് എന്നാണ്. അപ്പൊ നമ്മൾ ടാക്സോണമിക് സ്റ്റഡീസിന് പോകുമ്പം ഓരോ ഓർഗാനിസത്തിനും, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓരോ ഓർഗാനിസത്തിനും ഈ 7 കാറ്റഗറിയുടെ താഴെ മസ്റ്റായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ 7 കാറ്റഗറിനെ എന്ത് വിളിച്ചത്? ഒബ്ലിഗേറ്റ് കാറ്റഗറി അല്ലെങ്കിൽ മേജർ കാറ്റഗറീസ് എന്ന് വിളിക്കുന്നത്. ഇനി ചില സമയത്ത് നമ്മൾ ക്ലാസിഫിക്കേഷന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പം ചില സമയത്തൊക്കെ ചില മൈനർ കാറ്റഗറീസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതായത് ക്ലാസിഫിക്കേഷന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു ഓർഗാനിസത്തിന് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു പുതിയ റാങ്ക് ഉണ്ടാക്കി നമ്മളതിനെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കും. അവിടെ താൽക്കാലികമായിട്ട് നമ്മൾ അവിടെ ക്ലാസിഫൈ ചെയ്ത് വെക്കും. ഇനി ഭാവിയിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊക്കെ കിട്ടുമ്പം നമ്മൾ കറക്റ്റായിട്ട് അതിനെ കറക്റ്റ് റാങ്കിന്റെ താഴെ, കറക്റ്റ് ഗ്രൂപ്പിന്റെ താഴെ നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പം അത്തരത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാറ്റഗറീസിനെയാണ് മൈനർ കാറ്റഗറീസ് എന്ന് വിളിക്കാം. നിങ്ങൾ ചിലപ്പോൾ സബ് സ്പീഷീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സബ് സ്പീഷീസ്, സബ് ജീനസ്, സബ് ഫാമിലി, സൂപ്പർ ഫാമിലി, സബ് ഓർഡർ, സൂപ്പർ ഓർഡർ, സബ് ക്ലാസ്, ഓക്കെ, സബ് ഫൈലം, അങ്ങനെ ചെറിയ ചെറിയ മൈനർ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ മൈനർ കാറ്റഗറീസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻ ഓർഡർ ഫോർ മേക്കിംഗ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മോർ ഈസിയർ. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പം അത് കുറച്ചും കൂടി ഈസി ആക്കാനും കൺഫ്യൂഷൻ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ടെമ്പററി മൈനർ കാറ്റഗറീസ് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് അവിടെ എന്തോ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് എവിടെ അതിനെ പ്ലേസ് ചെയ്യണം, എവിടെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതിന് ചെറിയ ചെറിയ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ടെമ്പററി ആയിട്ട് നമ്മൾ ചില ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ അവിടെ ക്ലാസിഫൈ ചെയ്യും. അതാണ് മൈനർ കാറ്റഗറീസ്. അപ്പൊ മൈനർ കാറ്റഗറീസിൽ ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പൽസറി അല്ല. ഓക്കെ, അതൊരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മൈനർ കാറ്റഗറീസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചില ഒബ്സർവേഷൻസ് ആണ്. നമ്മൾ ഈ ടാക്സോണമിക് ഹൈറാർക്കിയെ കുറിച്ച് പഠിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ടാക്സോണമിക് കാറ്റഗറീസ് ഒരു അസെൻഡിങ് ഓർഡറിൽ, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ടാക്സോണമിക് ഹൈറാർക്കി. ഇപ്പൊ ഞാനത് ആ ഹൈറാർക്കി നിങ്ങൾക്ക് ഓൾറെഡി തന്നു. സ്പീഷീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ദെൻ ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. അപ്പൊ ഇങ്ങനെ ഒരു അസെൻഡിങ് ഓർഡറിൽ, ഹൈറാർക്കിയൽ ഓർഡറിൽ ഈ ടാക്സോണമിക് കാറ്റഗറീസിനെ അറേഞ്ച് ചെയ്യാം. അതിനാണ് നമ്മൾ ടാക്സോണമി ഹൈറാർക്കി എന്ന് വിളിക്കുക. അപ്പം ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ ആർമിയിലോ ഒക്കെ കേട്ടിട്ടുണ്ട്, പല റാങ്കുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ടാക്സോണമിയിലുണ്ട് പല റാങ്ക്. സ്പീഷീസ് എന്ന് പറയുന്നത് ലോവർ മോസ്റ്റ് റാങ്ക് ആണ്. അതിന്റെ മുകളിൽ വരുന്ന റാങ്ക് ആണ് ജീനസ്. അതിന്റെ മുകളിലാണ് ഫാമിലി വരുന്നത്, പിന്നെയാണ് ഓർഡർ വരുന്നത്. അപ്പൊ ഈ പറയുന്ന എല്ലാ റാങ്കുകളും അതിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അതിനെയാണ് നമ്മൾ ടാക്സോണമി ഹൈറാർക്കി എന്ന് വിളിക്കുക. അപ്പൊ ഈ ടാക്സോണമി ഹൈറാർക്കിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ചില ഒബ്സർവേഷൻസ് ഒക്കെ നടത്താനായിട്ട് പറ്റും. അപ്പൊ 1-2 ഒബ്സർവേഷൻ ആണ് അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ആദ്യത്തെ ഒബ്സർവേഷൻ ഇതാണ്: ഏത് ഓർഗാനിസം എടുക്കുക, ഭൂമിയിലുള്ള ഏത് ഓർഗാനിസം എടുത്താലും സ്പീഷീസ് എന്ന് പറയുന്ന റാങ്ക് ആയിരിക്കും ഏറ്റവും താഴെ വരിക.
അത് പ്ലാന്റ് ആണെങ്കിലും മിനിമൽ ആണെങ്കിലും whether it is a bacterium or fungus whatever maybe it is, ഏറ്റവും താഴെ വരുന്നത് സ്പീഷീസ് ആയിരിക്കും. ഇനി ഏറ്റവും മുകളിൽ നമ്മൾ കിങ്ഡം ആയിരിക്കും അറേഞ്ച് ചെയ്യാം. അപ്പൊ അതാണ് ആദ്യത്തെ ഒബ്സർവേഷൻ വരുന്നത്. രണ്ടാമത്തെ ഒബ്സർവേഷൻ ഇതാണ്, നമ്മൾ ടാക്സോണമി ഹൈറാർക്കി കൂടെ മുകളിലോട്ട് പോവാം, സ്പീഷീസ് തൊട്ട് കിങ്ഡം വരെ മുകളിലോട്ട് പാസ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനൊരു ഒബ്സർവേഷൻ നടത്താനായിട്ട് പറ്റും. ഓക്കെ, നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആർ ഗെറ്റിംഗ് ഡിക്രീസ്. ഓക്കെ, സിമിലാരിറ്റീസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതേസമയം ഡിസിമിലാരിറ്റീസ് അതിന്റെ നമ്പർ കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലോട്ട് പോകുമ്പം സിമിലാരിറ്റികളുടെ എണ്ണം കുറയും, ഡിസിമിലാരിറ്റീസിന്റെ എണ്ണം കൂടും. നമ്മളെ സ്വന്തം ക്ലാസിഫിക്കേഷൻ എടുക്കാം. ഓക്കെ, നമ്മൾ ഹോമോസാപ്പിയൻസ്, അതാണ് നമ്മളുടെ സയന്റിഫിക് നെയിം. ഹോമോ എന്ന് പറയുന്നത് നമ്മുടെ ജീനസ് നെയിം ആണ്, സാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീഷീസ് നെയിം ആണ്. നിങ്ങളതൊന്ന് നോക്കിയേ, സാപ്പിയൻസ്, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന എല്ലാ മെമ്പേഴ്സ് എടുക്കാം, എല്ലാ ഹ്യൂമൻ ബീയിങ്സ് എടുക്കാം. നമുക്ക് കോമൺ ആയിട്ട് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. ഓക്കെ, കോമൺ ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതിന്റെ മുകളിൽ വരുന്ന നമ്മളുടെ ഓർഡർ പ്രിമേറ്റ ഒന്ന് എടുത്തു നോക്കാം. പ്രിമേറ്റയുടെ താഴെയാണ് മങ്കിയും എയ്പ്സും ഹ്യൂമൻ ബീയിങ്സും ഒക്കെ വരുന്നത്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ, ഒരു മങ്കിയും എയ്പ്പും ഹ്യൂമൻ ബീയിങ് എടുത്തിട്ട് കമ്പയർ ചെയ്യാം. ഒരു മങ്കീനെ എടുക്കുക, ഒരു ഗൊറില്ല എടുക്കുക, ഒരു ഹ്യൂമൻ ബീയിങ് എടുക്കുക. സിമിലാരിറ്റീസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലാസ് നെയിം എടുക്കുക, മമ്മേലിയ ആണ് നമ്മുടെ ക്ലാസ്. മമ്മേലിയയുടെ താഴെ ഒത്തിരി പലതരത്തിലുള്ള ഓർഗാനിസംസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ തന്നെയാണ് നമ്മുടെ ഡോൾഫിൻ വരുന്നത്, ബാറ്റ്സ് വരുന്നത് അവിടെയാണ്, നമ്മുടെ എലഫന്റ് അവിടെ വരുന്നുണ്ട്, ടൈഗർ വരുന്നുണ്ട്, മങ്കി വരുന്നുണ്ട്, ഹ്യൂമൻ ബീയിങ് വരുന്നുണ്ട്. നിങ്ങളൊരു ബാറ്റിനെ എടുക്കാം, വവ്വാൽ എന്ന് പറയണ നമ്മൾ ബാറ്റിനെ എടുത്തു, ഡോൾഫിൻ എടുക്കാം. ഓക്കെ, ഇനി ഒരു എലഫന്റിന് എടുക്കുക, ഒരു ടൈഗറിന് എടുക്കുക, ഹ്യൂമൻ ബീയിങ്ങിന് എടുക്കുക. കമ്പയർ ചെയ്യാം, നമ്മൾ ഇടയിൽ എത്ര സിമിലാരിറ്റീസ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് സിമിലാരിറ്റീസിനേക്കാളും കൂടുതലായിട്ട് ഡിസിമിലാരിറ്റീസ് ആണ് കാണാം. നമ്മൾ വെയിലോ അല്ലെങ്കിൽ ഡോൾഫിനോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഫിഷ് ആണെന്നാണ്. ഇനി ബാറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ബേർഡ് ആണെന്നാണ്. പക്ഷെ അതൊക്കെ മാമലാണ്. ഇവർക്കൊക്കെ മമ്മറി ഗ്ലാൻസ് ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് മമ്മേലിയ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പം കാണാനായിട്ട് പറ്റും, ഇവരിൽ സിമിലാരിറ്റീസിനേക്കാളും കൂടുതലായിട്ട് കാണുന്നത് ഡിസിമിലാരിറ്റീസ് ആണ്. ഇനി നമ്മളുടെ ഒരു ഫൈലം, നമ്മുടെ കോഡേറ്റ ഫൈലം എടുക്കുകയാണെങ്കിൽ ഫിഷസ് ഉണ്ട്, അതിനകത്ത് ആംഫീബിയൻസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, വി ഹാവ് ബേർഡ്സ് ആൻഡ് മാമൽസ്. അപ്പൊ ഒരു ഫിഷിനെ എടുക്കുക, ഒരു ഫ്രോഗിനെ എടുക്കുക, ഒരു സ്നേക്കിനെ എടുക്കുക, ഒരു ബേർഡിനെ എടുക്കുക, പ്ലസ് ഒരു മാമലിനെ എടുക്കുക. കമ്പയർ ചെയ്തേക്കാം. ഡെഫിനറ്റ്ലി ഇവിടെ സിമിലാരിറ്റീസിനേക്കാളും കൂടുതൽ ഡിസിമിലാരിറ്റീസ് ആയിരിക്കും കാണും. അപ്പൊ ഈ ഒരു ട്രെൻഡ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നത്, ലോവർ ദ ടാക്സൺ മോർ ആർ ദി സിമിലാരിറ്റീസ്, ഓക്കെ, ദെൻ ഹയർ ദ ടാക്സൺ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഫൈൻഡ് ഔട്ട് സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഒരു ഒബ്സർവേഷൻ കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ആ ഒബ്സർവേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, see when this classification process is going on, okay, when we make a taxon, the taxon is not a mere morphological aggregate but it is a distinct biological entity. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ടേം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെന്റൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാനായിട്ട് പറ്റും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതാ ടാക്സോണമി ഈസ് നോട്ട് സംതിങ് ന്യൂ എന്നൊക്കെ പറയുന്ന ആ ഒരു അതിന് മുകളിലത്തെ പാരഗ്രാഫ് എടുക്കുകയാണെങ്കിലും നമ്മൾ ആ പേജ് മാറിപ്പോയി. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയാൽ മതി, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈച്ച് ടാക്സൺ ഈസ് എ distinct biological entity, it is not a mere morphological aggregate. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. അതിന്റെ അർത്ഥം എന്താ? ഈച്ച് ടാക്സൺ ഈസ് എ ഡിസ്റ്റിങ്ക്ട് ബയോളജിക്കൽ entity, it is not a mere morphological aggregate. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഒബ്സർവേഷൻ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോസസ് നടത്തുമ്പം കുറെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രം പഠിച്ചിട്ടല്ല ഓരോ ഓർഗാനിസത്തിനെയും ഓരോ റാങ്കിന്റെ താഴെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മോർഫോളജിയുടെ ഒപ്പം തന്നെ മറ്റു പല ഫീച്ചേഴ്സും, അനാട്ടമിയും സൈറ്റോളജിയും മോളിക്കുലാർ ബയോളജിയും ഇവല്യൂഷണറി ഹിസ്റ്ററിയും, അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് അതർ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഹൺഡ്രഡ്സ് ഓഫ് ഫീച്ചേഴ്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ സിമിലാരിറ്റി കണ്ടെത്താൻ പറ്റുക. അതിന്റെ ബേസിലാണ് നമ്മൾ ഓരോ ഗ്രൂപ്പും ഓരോ റാങ്കും അല്ലെങ്കിൽ ഓരോ ടാക്സിനും അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്കും പറയാനായിട്ട് പറ്റില്ല, ഓക്കെ,
ഓരോ ടാക്സിനും കുറെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രം പഠിച്ച് കുറെ ഓർഗാനിസത്തിന് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തും കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ഇത് തന്നെയാണ്. നിങ്ങളൊരു ബട്ടർഫ്ലൈനെ എടുക്കുക, ഒരു ബാറ്റിനെ എടുക്കുക, ഒരു ബേർഡിനെ എടുക്കുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോർഫോളജി മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയും ഇത് മൂന്നും ബേർഡ്സ് ആണ്. കാരണം ദേ ആർ ഏരിയൽ ക്രീച്ചേഴ്സ്. അവർക്ക് വിങ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒറിജിനൽ വിങ്സ് ഉണ്ട്, അവർ പറന്ന് നടക്കുന്ന ജീവികളാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അതിനെ മോർഫോളജി മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നും ബേർഡ്സ് ആണ് നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ അറിയേണ്ട കാരണം ഇതാണ്. ഈ മോർഫോളജി മാത്രമല്ല, അനാട്ടമിയും സൈറ്റോളജിയും എംബ്രിയോളജിയും അതുപോലെ മോളിക്കുലാർ ബയോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മൂന്നും ബേർഡ്സിന്റെ താഴെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ് ക്രീച്ചേഴ്സ്. ഇപ്പൊ നമ്മൾ ബട്ടർഫ്ലൈ എടുക്കുകയാണെങ്കിൽ ദേ ആർ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് കൂടുതൽ അവിടെ കാണാം. ഇനി ബാറ്റിനെ എടുക്കുകയാണെങ്കിൽ ദേ പൊസസ് മമ്മറി ഗ്ലാൻസ്. അവർക്ക് മമ്മറി ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ മാമൽസ് ആണ് എന്ന് പറഞ്ഞാൽ അവർ മൂന്നും ഡിഫറെന്റ് ഗ്രൂപ്പിൽ വരുന്ന മെമ്പേഴ്സ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മൾ മോർഫോളജി മാത്രം പഠിക്കുകയാണെങ്കിൽ തെറ്റായിട്ട് ക്ലാസിഫിക്കേഷന് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അനാട്ടമിയും അതുപോലുള്ള മറ്റുള്ള എല്ലാ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നത്, ഈച്ച് ടാക്സൺ ഈസ് നോട്ട് എ മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്. മോർഫോളജി മാത്രം പഠിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഓരോ ഗ്രൂപ്പും ഉണ്ടാക്കിയിരിക്കല്ല. There are hundreds of other features we studied. All those features are telling that bat is a mammal and we are classifying, we are supposed to classify them under mammalia itself. Bat എന്ന് പറയുന്നത് ഒരു മാമൽ ആണ്. അപ്പൊ ക്ലാസ് മമ്മേലിയയുടെ താഴെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ബട്ടർഫ്ലൈ ഈസ് എൻ ഇൻസെക്ട്. ഇൻസെക്ടിന്റെ പ്രോപ്പർട്ടീസ് ആണ് കൂടുതൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി വി ഹാവ് ടു ക്ലാസിഫൈ ഇറ്റ് അണ്ടർ ക്ലാസ് ഇൻസെക്ട്. എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. വളരെ സയന്റിഫിക് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഓരോ ടാക്സിനും ഓരോ റാങ്കും ഉണ്ടാക്കിയിട്ടുള്ളത്. കുറെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന്റെ വെളിച്ചത്തിലല്ല എന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. അപ്പൊ ഈ 3 ഒബ്സർവേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സ്പീഷീസ് ആണ് ഏതൊരു ഓർഗാനിസത്തിന്റെയും താഴെ വരുന്ന റാങ്ക്. നമ്മൾ ടാക്സോണമി ഹൈറാർക്കി കൂടെ മുകളിലോട്ട് പോകും തോറും സിമിലാരിറ്റീസിന്റെ എണ്ണം കുറയണു, ഡിസിമിലാരിറ്റീസിന്റെ എണ്ണം കൂടുന്നു. ഇനി മൂന്നാമതായിട്ട് ടാക്സോണമി ഹൈറാർക്കിയിലുള്ള ഓരോ ടാക്സനും ഇസ് എ ഡിസ്റ്റിങ്ക്ട് ബയോളജിക്കൽ എൻറ്റൈറ്റി, ഇറ്റ്സ് നോട്ട് എ മിയർ മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്. എന്ന് പറഞ്ഞാൽ മോർഫോളജി മാത്രം പഠിച്ചിട്ടല്ല ഇവിടെ ഓരോ റാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മോർഫോളജിയുടെ ഒപ്പം ഹൺഡ്രഡ്സ് ഓഫ് അതർ പ്രോപ്പർട്ടീസ് അതും കൂടി പഠിച്ചിട്ടാണ് വളരെ സയന്റിഫിക് ആയിട്ടാണ് ഓരോ ഓർഗാനിസത്തിനെയും ഓരോ ടാക്സിന്റെ താഴെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 3 ഒബ്സർവേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, നന്നായിട്ട് പഠിക്കുക. അത് 3 ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാക്സോണമി ഹൈറാർക്കിയിൽ വരുന്ന 7 ഒബ്ലിഗേറ്റ് കാറ്റഗറീസ്, 7 ഒബ്ലിഗേറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ മേജർ കാറ്റഗറീസ് ഉണ്ട്. അതിന് ഓരോ ഡെഫിനിഷനും ഓരോ എക്സാമ്പിളും വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ സ്പീഷീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ സ്പീഷീസ് എന്താണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയും. അതിനൊരു എക്സാമ്പിൾ 1-2 എക്സാമ്പിൾസും കാണും. അതുപോലെ ജീനസ് എന്താണെന്ന് പറയും, അതിന് 1-2 എക്സാമ്പിൾസ് കാണും. അങ്ങനെ കിങ്ഡം വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അപ്പൊ സ്പീഷീസ് എന്താ? സ്പീഷീസ് എന്ന് കേൾക്കുമ്പോൾ കുറെ ഡെഫിനിഷൻസ് നമ്മുടെ മനസ്സിനകത്ത് വരും. നമ്മുടെ ഈ ചാപ്റ്ററിൽ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ മുമ്പിലായിട്ട് വി ഹാവ് ലൈഫ് ഹിസ്റ്ററി ഓഫ് മേയർ. മേയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ ലൈഫ് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതും കൂടി വായിച്ചിരിക്കണം. അദ്ദേഹം എന്ന് പറയുന്നത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടാക്സോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ഇതാണ്. അദ്ദേഹം സ്പീഷീസിന് ഒരു ഡെഫിനിഷൻ കൊടുത്തു. നമ്മളതിനെ ബയോളജിക്കൽ സ്പീഷീസ് ഡെഫിനിഷൻ എന്നാണ് വിളിക്കുക. നിങ്ങളത് ലോവർ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ പ്രകാരം സ്പീഷീസ് എന്ന് പറയുന്നത് ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് മെമ്പേഴ്സ്, ദേ ക്യാൻ ഇന്റർബ്രീഡ് ആൻഡ് ദേ ജനറേറ്റ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ്. ഇപ്പൊ മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് സംവോട്ട് സിമിലർ. അവർ സിമിലർ ആയിരിക്കും, അവർക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് പറ്റും. ദർ ബൈ ദേ ജനറേറ്റ് യങ് വൺസ്. അപ്പൊ അവർ കുട്ടികളെ ഉണ്ടാക്കും. ഫെർട്ടൈൽ ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കും. അതാണ് ബയോളജിക്കൽ സ്പീഷീസ് ഡെഫിനിഷൻ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ സ്പീഷീസ് എന്ന് പറഞ്ഞ ടേമിന്റെ താഴെ കൊടുത്തിട്ടുള്ളത് മോർഫോളജിക്കൽ മോർ ദാൻ മോർഫോളജിക്കൽ ടാക്സോണമിക് ഡെഫിനിഷൻ ആണ്. മോർഫോളജിനെ ബേസ് ചെയ്തിട്ട് ടാക്സോണമിക് ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടാക്സോണമിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: എ സ്പീഷീസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഓർഗാനിസംസ് ദേ ഹാവ് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ്. ഇപ്പൊ നമ്മുടെ ബോഡിയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും സിമിലാരിറ്റീസ് കാണാം. അപ്പൊ അത്തരത്തിലുള്ള ഓർഗാനിസത്തിന് ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ സ്പീഷീസ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ബോഡിയുടെ ഷേപ്പ് അല്ലെങ്കിൽ ബോഡിയുടെ സൈസ്, കണ്ണിന്റെ അറേഞ്ച്മെന്റ്, മൂക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ക്രോമോസോം നമ്പർ എത്രയാ, ഹാർട്ട് എവിടെയാ കാണാം, ലങ്സ് എവിടെയാ കാണാം, എത്ര കാലുകളുണ്ട്,
ഓക്കെ, വാലുണ്ടോ, അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും, ഫണ്ടമെന്റൽ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ എവരിവേർ വി ഹാവ് സം സിമിലാരിറ്റീസ്. അപ്പം സ്പീഷീസ് എന്ന് പറയുന്നത് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദേ ഹാവ് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ്. ഇനി ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു വെക്കുകയാണ്, ഒരു സ്പീഷീസിനെ മറ്റൊരു സ്പീഷീസിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് വേറെ തിരിച്ച് കാണാനായിട്ട് പറ്റും ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ അതിന്റെ ഷേപ്പും അതിന്റെ കളറും ഓക്കെ, അതിന്റെ അറേഞ്ച്മെന്റ് ഓഫ് ഓർഗൻസും ഓക്കെ, മറ്റുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കിയാൽ തന്നെ ഓരോ സ്പീഷീസിനെയും മറ്റൊരു സ്പീഷീസിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് വേർതിരിച്ച് കാണാം. നല്ലൊരു എക്സാമ്പിള് ലയനും ടൈഗറും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് ലയനും ടൈഗറും. നിങ്ങൾക്ക് ഒരു ലയന്റെയും ടൈഗറിന്റെയും ഇമേജ് കാണിക്കുകയാണെങ്കിൽ ഇത് രണ്ടും രണ്ട് സ്പീഷീസിൽ വരുന്ന ഓർഗാനിസംസ് ആണെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന്റെ വെളിച്ചത്തിൽ തന്നെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ക്രോമസോം നമ്പർ ചെക്ക് ചെയ്യേണ്ട, ഹാർട്ടിനെ കുറിച്ച് പഠിക്കേണ്ട, ലങ്സിനെ കുറിച്ച് പഠിക്കേണ്ട, അതിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ നിന്ന് തന്നെ, മോർഫോളജിയിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ രണ്ടും രണ്ട് സ്പീഷീസിൽ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്ലാൻ കിങ്ഡത്തിൽ നിന്നും പ്ലാന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു എക്സാമ്പിളും എനിമൽ കിങ്ഡത്തിൽ നിന്നും ഒരു എക്സാമ്പിളും ആണുള്ളത്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ പ്ലാന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സൊലാനം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. സൊലാനം ജീനസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ മെലഞ്ചീന, ബ്രിഞ്ചോൾ, നമ്മളൊക്കെ കഴിക്കുന്ന ബ്രിഞ്ചോൾ ഉണ്ട്. ട്യൂബറോസം, പൊട്ടറ്റോ ഉണ്ട്. നൈഗ്രം എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഓക്കെ, അങ്ങനെ 3 എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എനിമൽ കിങ്ഡത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പാന്തറ, ലിയോ, പാന്തറ എന്ന് പറഞ്ഞ ജീനസിന്റെ താഴെ ലിയോ, ലയൺ വരുന്നുണ്ട്. ടൈഗ്രിസ്, ടൈഗർ ഉണ്ട്. ദെൻ പാഡസ്, ലെപ്പേർഡ്, പുലി എന്ന് പറയുന്ന ജീവിയുണ്ട്. അങ്ങനെ ആ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ സൊലാനം, മെലഞ്ചീന, ട്യൂബറോസം, നൈഗ്രം, ദെൻ പാന്തറ, ലിയോ, ടൈഗ്രിസ്, പാഡസ്. ഈ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ജീനസിലോട്ട് നടക്കുകയാണെങ്കിൽ, ജീനസിലോട്ട് നമ്മൾ കയറുകയാണെങ്കിൽ, ജീനസ് എന്ന് പറയുന്നത് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. ഓക്കെ, ജീനസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. അപ്പോൾ കുറെ സിമിലാരിറ്റീസ് കാണിക്കുന്ന കുറെ സ്പീഷീസുകൾ, വളരെ സിമിലാരിറ്റീസ് കാണിക്കുന്ന കുറച്ച് സ്പീഷീസ് ഒരുമിച്ച് ചേരുന്നതാണ് ഒരു ജീനസ്. അപ്പോൾ അവിടെ കൂടുതലായിട്ടും നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ തന്നെയാണ്. ആ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കേട്ടത് തന്നെയാണ്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിനും എനിമൽ കിങ്ഡത്തിനും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ സൊലാനം നമ്മൾ കേട്ടതാണ്. സൊലാനം എന്ന് പറയുന്ന ജീനസിന്റെ താഴെ 3 ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് വരുന്നുണ്ട്. മെലഞ്ചീന, ട്യൂബറോസം, നൈഗ്രം. ഇത് 3ഉം ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ്. അപ്പൊ ഇവരെ ഒരുമിച്ച് ചേർത്തിട്ട് നമ്മൾ സൊലാനം എന്ന് പറഞ്ഞ ജീനസിന്റെ താഴെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പാന്തറ, നിങ്ങളൊരു ടൈഗറിനെ എടുക്കുക, ഒരു ലെപ്പേർഡിനെ എടുക്കുക, ഒരു ലയനസിനെ എടുക്കുക. ചിലപ്പോൾ ലയൻ എടുത്തു കഴിഞ്ഞ് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ലയനസിനെ എടുക്കുക, പെൺസിംഹത്തിന് എടുക്കുക. നിങ്ങൾ അവരുടെ പ്രോപ്പർട്ടീസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എവിടെയൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്. റൈറ്റ്, നമ്മൾ ടൈഗറിനെയും ലെപ്പേർഡിനെയും അതുപോലെ ലയനസിനെയും ഒക്കെ കാണും. എവിടെയൊക്കെ ഒരു സിമിലാരിറ്റീസ്, അവരുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ എവിടെയൊക്കെ കുറച്ച് സിമിലാരിറ്റീസ് കാണാം. അതിന്റെ അർത്ഥം എന്താ? ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ്. അതുകൊണ്ടാണ് ഈ 3 സ്പീഷീസിനും നമ്മൾ പാന്തറ എന്ന് പറഞ്ഞ ജീനസിന്റെ താഴെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഒരുമിച്ച് ചേരുന്നതാണ് ജീനസ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതിലോട്ട് വരുമ്പം ഓഫ് കോഴ്സ് വി ഹാവ് ഫാമിലി. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ഡെഫിനേഷൻ ആണ്. ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ജനറ, ഇവർ ഒരുമിച്ച് ചേരുന്നതാണ് ഫാമിലി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് വായിച്ചു നോക്കുമ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. അത് നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പ്ലാന്റ്സിന്റെ കേസിൽ ഒരു ഫാമിലി ഉണ്ടാക്കുമ്പോൾ വി മസ്റ്റ് ബി കെയർഫുൾ, വളരെ ശ്രദ്ധിച്ച് വേണം ഫാമിലി ഉണ്ടാക്കാൻ. കാരണം ഇതാണ്, അതിന്റെ വെജിറ്റേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഒപ്പം തന്നെ റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടീസും കൂടി പഠിച്ചിരിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് പഠിച്ചിട്ട് വേണം ഫാമിലി ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം. ഓക്കെ, അതിന്റെ കാരണം ഇതാണ്. ഈ പ്ലാന്റ്സിന്റെ കേസിലോട്ട് വരുമ്പം അവരുടെ വെജിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും ഡിഫറെന്റ് ആണ്. നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചേന, നിങ്ങൾക്കറിയാം, നമ്മൾ കഴിക്കുന്ന അവിയലിലോ സാമ്പാറിലോ അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കുന്ന ചേനയുടെ കേസ് എടുക്കാം. അതിന് 2 വർഷമാണ് ലൈഫ് സ്പാൻ നമ്മൾ സാധാരണയായിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ വർഷം അതിന്റെ ലീഫ്, കൊട പോലെ ഇരിക്കുന്ന അതിന്റെ ലീഫ് ഉണ്ടാവും. 2ാമത്തെ വർഷം അതിന്റെ ഫ്ലവർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യത്തെ വർഷമാണ് ഈ പ്ലാന്റിനെ പഠിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ഇംപ്രഷൻ ഉണ്ടാക്കുക? ഈ ചെടിക്ക് ലീഫ്, വെജിറ്റേറ്റീവ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒന്നും ഇല്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ അതിന് റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും. ഇനി അതേ പ്ലാന്റിനെ കുറിച്ച് വേറൊരു സയന്റിസ്റ്റ് പഠിക്കുന്നത് 2ാമത്തെ വർഷമാണെന്ന് വിചാരിക്കാം. അപ്പോഴാ അതിനകത്ത് ലീഫ് ഇല്ല, അതിന്റെ വെജിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി, അതിന്റെ ഫ്ലവറിനെ കുറിച്ചിട്ട് ആൾ പഠിക്കും. ചിലപ്പോൾ ഇതേ പ്ലാന്റിനെ അദ്ദേഹം വേറൊരു ഗ്രൂപ്പിന്റെ താഴെ ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ കാരണം എന്താ? ഇതിന്റെ വെജിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് ഫ്രം റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പം നിങ്ങൾ ഫംഗസിനെ കുറിച്ച് പഠിച്ചപ്പോഴും അവിടെ കേട്ടു ഡ്യൂട്ടിറോമൈസീറ്റസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ എന്താ പറഞ്ഞേ? അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, എസ്പെഷ്യലി സെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി ആയിട്ട് ഡ്യൂട്ടിറോമൈസീറ്റസിന്റെ താഴെ ക്ലാസിഫൈ ചെയ്തിരിക്കണേന്നാണ് നമ്മളവിടെ പറഞ്ഞു വെച്ചത്. അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവാം, സെക്ഷൽ സ്പോർട്സ് ഉണ്ടാവാം, പക്ഷെ ഇപ്പൊ നമുക്കറിയില്ല. ഇനി അതിന്റെ സെക്ഷൽ ഫേസ് വേറെ എവിടെയെങ്കിലും ക്ലാസിഫൈ ചെയ്ത് അതിന്റെ വെജിറ്റേറ്റീവ് ഫേസ് നമ്മൾ ഡ്യൂട്ടിറോമൈസീറ്റസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കാം. അപ്പൊ ഈ പ്ലാന്റ് കിങ്ഡത്തിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ പോലെ ഇരിക്കുന്ന മറ്റുള്ള ജീവികളിൽ ഈ കൺഫ്യൂഷന് സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നത്. എലോങ് വിത്ത് വെജിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ അതിന്റെ റിപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടീസും കൂടി പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ആണ് വീണ്ടും വരുന്ന എക്സാമ്പിൾസ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ കാറ്റ് ഫാമിലി ഫെലിഡേനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെയാണ് നമ്മളുടെ പാന്തറയും ഫെലിസും വരുന്നത്. അതുപോലെ ഡോഗ് ഫാമിലി കാനഡിയും പറഞ്ഞു വെക്കുന്നുണ്ട്, അത് പഠിച്ചിരിക്കാം. ഇനി അടുത്ത് നമ്മുടെ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലീസ്. അപ്പം ഇവിടെയുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പം അത് ഇത്രയേ ഉള്ളൂ. വെൻ വി മേക്ക് ഓർഡർ ആൻഡ് അതർ ഹയർ ടാക്സോണമി കാറ്റഗറീസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ അഗ്രിഗേറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഓർഡറും അതിന്റെ മുകളിലുള്ള അതിന്റെ മുകളിൽ വരുന്ന നമ്മളുടെ ഫീച്ചേഴ്സ് എടുക്കുമ്പം, ഓക്കെ, അല്ലെങ്കിൽ ഓർഡറും അതിന്റെ മുകളിൽ വരുമ്പം ടാക്സിന് എടുക്കുമ്പം, ഓക്കെ, ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ അഗ്രിഗേറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ താഴെ നിന്നും മുകളിലോട്ട് പോകും തോറും നമ്മൾ ആ ട്രെൻഡ് നമ്മുടെ മനസ്സിലുണ്ട്. കോമൺ ഫീച്ചേഴ്സ്, സിമിലാരിറ്റീസ് ആർ ഗെറ്റിംഗ് ഡിക്രീസ് ആൻഡ് മോർ നമ്പർ ഓഫ് ഡിസിമിലാരിറ്റീസ് വി ആർ ഗെറ്റിംഗ്. സിമിലാരിറ്റീസിന്റെ എണ്ണം കുറഞ്ഞു വരും, നമുക്ക് കൂടുതലായിട്ട് ഡിസിമിലാരിറ്റീസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുക. അപ്പൊ എങ്ങനെ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് പറ്റുക? അത് അത്ര ഈസി ഒന്നുമല്ല. അപ്പൊ നമ്മൾ ഈ ഓർഡർ തൊട്ട് മുകളിലോട്ട് പോകും തോറും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ടഫറായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇത്രയാണ്: ഒരു ഓർഗാനിസം എടുത്ത് അതിന്റെ തൗസൻഡ്സ് ഓഫ് ഫീച്ചേഴ്സ്, മാക്സിമം പോസിബിൾ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കണം. ഓക്കെ, അങ്ങനെ ഈ തൗസൻഡ്സ് ഓഫ് ഫീച്ചേഴ്സ് പഠിക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ഓരോ സിമിലാരിറ്റി വെച്ച് കണ്ടെത്താം. ഓക്കെ, അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുക. അപ്പൊ നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന്റെ തൗസൻഡ്സ് ഓഫ് ഫീച്ചേഴ്സ്, ആയിരക്കണക്കിന് ഫീച്ചേഴ്സ് പഠിക്കുമ്പം അവിടെയോ ഇവിടെയൊക്കെ ഓരോ ഫീച്ചർ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിനായിട്ട് സിമിലർ ആയിട്ട് തോന്നാം. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അഗ്രിഗേറ്റ് ഓഫ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ ഫീച്ചേഴ്സ്. ഓക്കെ, എത്രമാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രമാത്രം ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുമ്പം ഒന്നോ രണ്ടോ സിമിലാരിറ്റീസ് കിട്ടാം. അതിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. കാരണം എന്താ? മുകളിലോട്ട് പോകും തോറും സിമിലാരിറ്റീസിന്റെ എണ്ണം കുറഞ്ഞ് ഡിസിമിലാരിറ്റീസിന്റെ എണ്ണം കൂടി വരിക. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ് ആവില്ല. അപ്പൊ ഇവിടെയും എക്സാമ്പിൾസ് ആണ് ഇനിയുള്ളത്, അത് നിങ്ങൾ പഠിക്കാം. പിന്നെ അടുത്ത് ക്ലാസ് എന്താന്ന് പറയുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് കാര്യമായിട്ട് അവിടെ കണ്ടന്റ് ഒന്നുമില്ല, നിങ്ങൾ അത് ജസ്റ്റ് വായിച്ചു വെച്ചേക്കാം. ഫൈലം, ക്ലോസ്ലി റിലേറ്റഡ് ജീൻ മീൻ വാട്ട് വി കോൾ ക്ലാസസ് ആണ് ഫൈലം. ഇപ്പൊ ഫൈലം എന്ന് പറഞ്ഞ ടേം നമ്മൾ എനിമൽ കിങ്ഡത്തിലും ഡിവിഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലാണ് ഉപയോഗിക്കുക എന്ന് ഓർത്തിരിക്കുക. അപ്പം രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ്, പക്ഷെ നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലാണ് ഡിവിഷൻ എന്ന് ഉപയോഗിക്കുക, എനിമൽ കിങ്ഡത്തിൽ ഫൈലം. അപ്പം ഒരേ റാങ്ക് ആണ്, പക്ഷെ ഈ രണ്ട് ടേംസും സെപ്പറേറ്റ് ആണ് യൂസ് ചെയ്യണേന്ന് ഓർത്തിരിക്കുക. ഇനി കിങ്ഡം അടുത്തത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു യെല്ലോ ബോക്സ് ആണ് കാണാം. ഈ യെല്ലോ ബോക്സിനകത്ത് ഡെഫിനറ്റ്ലി വി ഹാവ് ടാക്സോണമി ഹൈറാർക്കി ഓഫ് 4 ഓർഗാനിസംസ്. അപ്പൊ അതിനകത്ത് 2 എനിമൽസും 2 പ്ലാന്റ്സും ആണ് വരുന്നത്. വി ഹാവ് ഹ്യൂമൻ ബീയിങ്, ഹൗസ് ഫ്ലൈ, മാംഗോ ആൻഡ് വീറ്റ്. അപ്പൊ അതാ അതിന്റെ സയന്റിഫിക് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് സ്പീഷീസ് നെയിം എടുക്കാൻ പറ്റും, ജീനസ് നെയിം ഉണ്ട്, ഫാമിലി ഉണ്ട്, ഓർഡർ, ക്ലാസ് ആൻഡ് ഡിവിഷൻ. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് സം ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇത്രയാണ് നമ്മുടെ സിലബസിനകത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സാധാരണ ചോദിക്കാറുണ്ട്. വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും
കണ്ടന്റ് കുറവാണെങ്കിൽ പോലും വിൽ ഗെറ്റ് സം 2 to 3 ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ നന്നായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. എസ്പെഷ്യലി നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആ, ഈ ടാക്സോണമി ഹൈറാർക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആ. ഓക്കെ, അപ്പം അതെല്ലാം വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ വായിച്ചെടുക്കാം.